ഞാൻ ബിഗ് ബോസ് സീസൺ 3 ഉണ്ടായിരുന്നു. ദുബായിൽ ഒരു ഷൂട്ടിൽ നിന്ന സമയത്താണ് എനിക്ക് ബിഗ് ബോസിലോട്ട് ഒരു എൻട്രി. എല്ലാവരും എന്നോട് ചോദിക്കാറുണ്ട് ബിഗ് ബോസ് എന്ന് പറയുമ്പോൾ രമ്യ മാത്രമാണ് പറയുന്നത് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തത്. ഞാൻ ബിഗ് ബോസ് എന്തെന്ന് അറിയാണ്ട് കയറിയ ഒരു വ്യക്തിയായിരുന്നു. ഉള്ളിലോട്ട് കയറി കഴിഞ്ഞപ്പോൾ മൊബൈലില്ല, ടൈം അറിയാൻ പറ്റുന്നില്ല, TV ഇല്ല, പുറത്തുള്ള ആരുമായിട്ടുള്ള കോണ്ടാക്ട് ഇല്ല. മെന്റലി നമ്മൾ ഭയങ്കര ഡൗൺ ആവും. ശരിക്കും ബിഗ് ബോസ് എന്ന് പറഞ്ഞാൽ മെന്റലി സ്ട്രെങ്ത് നോക്കുന്ന ഒരു റിയാലിറ്റി ഷോയാണ്. അത്ര കിടക്കുമ്പോഴൊക്കെ എന്താ നമ്മുടെ മൈൻഡിലെന്നറിയും, നാളത്തെ ടാസ്ക് എങ്ങനെ, എന്ത് ഉറക്കമില്ല. ഞാൻ ആ റൂമില് ഫുഡും കഴിച്ച് ഒറ്റയ്ക്ക്, പിന്നെ ബിഗ് ബോസിൽ സ്റ്റാഫ് വരെ എന്തെങ്കിലുമൊക്കെ ഒരു ആവശ്യം ഉണ്ടെങ്കിൽ അങ്ങനെയൊക്കെ മാത്രമേ ഉള്ളൂ. സെക്കൻഡ് എൻട്രി മുതലായിരുന്നു എനിക്ക് റീച്ച് കിട്ടി. തൊടുന്നല്ല പൊന്നെന്ന് പറയുന്നത് പോലെ എന്ത് ചെയ്താലും സക്സസ് ആവണു. അമ്മ അച്ഛൻ എന്നെ എപ്പോഴും വഴക്കുറ, ചുമ്മാ ഫോണിങ്. ഇപ്പൊ എത്ര ശത്രുക്കൾക്കാണെങ്കിലും നമ്മൾ സ്നേഹത്തോടെ ആഹാരം വിളമ്പിയാൽ ആ ശത്രുത മാറും. അമ്മയും അച്ഛനെയും ചേച്ചിയെ വീഡിയോ കോള് ചെയ്തുകൊണ്ടിരിക്കുക, ചെയ്തിട്ട് ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് ഇവന്റെ കയ്യിൽ കൊടുക്കും. ആ നിമിഷം ഞാൻ ലൈഫിൽ മറക്കത്തില്ല. ഇത് കണ്ണൊക്കെ ഇങ്ങനെ നിറയുക. ഒരു 10 സിനിമ ചെയ്യുന്ന റീച്ചാണ്. ഏറ്റവും ഭാഗ്യം എന്ന് പറഞ്ഞാൽ എല്ലാ ആഴ്ചയും ലാലേട്ടനെ കാണാം. എനിക്കൊരു ഇവന്റ് മാനേജ്മെന്റ് കമ്പനി ഉണ്ടായിരുന്നു, ചേച്ചിയും ഞാനും കൂടെ ചെയ്യുന്നു. അച്ഛൻ ഭയങ്കര സ്ട്രിക്റ്റ് ആയിരുന്നു, പക്ഷെ വിടത്തില്ല, ഒരു സിനിമയിൽ വിടില്ല. ചേച്ചിയുടെ ഹസ്ബൻഡ് മിഥുൻ ചേട്ടനും അമ്മായിക്കൊക്കെ ഭയങ്കര ഇഷ്ടം സിനിമയില് വിടണം. അങ്ങനെ അവരുടെ സപ്പോർട്ടാണ് ശരിക്കും എന്നെ ഇവിടം വരെ എത്തിച്ചത്. അപ്പൊ ചേച്ചി ഒരു ഇന്റർവ്യൂല് പറഞ്ഞു, അവളുടെ ഒരു പ്രയത്നത്തിലാണ് ഇവിടം വരെ എത്തിയത്. അമേരിക്കയുടെ ചാൻസിലാണ് ജോളി മിസ് എന്ന് പറയുന്ന ക്യാരക്ടറാണ് ബ്രേക്ക് ആയത്. ഇപ്പോഴും എന്നെ ജോളി മിസ് എന്ന് പറഞ്ഞാലേ എല്ലാവർക്കും അറിയുള്ളൂ. ഇപ്പൊ നമ്മളൊരു അമേരിക്ക ഷോ ഉണ്ടായിരുന്നു ലാലേട്ടന്റെ കൂടെ. ബിഗ് ബോസിൽ വന്നതിന് ശേഷമാണ് രമ്യ പണിക്കർ എന്നാണ് എന്റെ പേരെന്ന് എല്ലാവരും അറിഞ്ഞു. അതുവരെ ജോളി മിസ്. വെൽക്കം ടു ജെസ്സി സ്റ്റുഡിയോ. ഇന്ന് ഇപ്പോഴും അതേ ലൊക്കേഷനിൽ തന്നെയാണ്. രഘുറാം എന്ന് പറയുന്ന സിനിമയുടെ ലൊക്കേഷനിലാണ്. ഇവിടെ ബാക്കിൽ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ അകത്ത് ഒരു നല്ലൊരു ക്യാരക്ടർ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് സ്റ്റോറി ബിഹൈൻഡ് യു എന്ന പ്രോഗ്രാമിലെ ഇന്നത്തെ നമ്മുടെ ഗസ്റ്റ്. ഈ ഗസ്റ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഒരു റൂമിൽ കിടന്ന് ഭയങ്കര ഒച്ചയും ബഹളവും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയ ഒരാളായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അത് വേറെ ആരുമല്ല, നമുക്ക് വളരെ വേണ്ടപ്പെട്ട ലാലേട്ടൻ്റെ മുന്നിൽ വരെ ഷൈൻ ചെയ്തൊരു വ്യക്തി ആണോ? ചെറുതായിട്ട്. അപ്പോൾ ലാലേട്ടൻ്റെ മുന്നിൽ വരെ ഷൈൻ ചെയ്ത് ലാലേട്ടനെ വരെ ഇടയ്ക്ക് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ച് കുറച്ച് ബുദ്ധിമുട്ടിപ്പിച്ചിട്ടുള്ള ഒരു ടീമിൻ്റെ ലീഡറായിട്ട് മുന്നോട്ട് വന്ന് ഇപ്പോൾ മലയാള സിനിമയിൽ ഏകദേശം ഒരുപിടി നല്ല കഥാപാത്രങ്ങളുമായി 10-12 സിനിമകൾ ചെയ്ത വ്യക്തി. ആ വ്യക്തിയുടെ പേര് രമ്യ പണിക്കർ അല്ലേ? രമ്യ പണിക്കർ. ആ പണിക്കറിലേക്ക് ഒന്ന് പോയിക്കോ, ഒന്ന് ക്യാമറ ഒന്നിങ്ങനെ വന്നേ. കണ്ട മനസ്സിലായില്ല? ഇതാണ് നമ്മുടെ രമ്യ. ഒരേ മുഖം എന്ന് പറഞ്ഞ സിനിമയിലാണ് ആദ്യം ചെയ്തത്. അപ്പൊ ഈ ബിഗ് ബോസിലേക്ക് എങ്ങനെ കയറി? ഞാൻ ബിഗ് ബോസ് സീസൺ 3 ഉണ്ടായിരുന്നത്. അപ്പൊ ഞാൻ ദുബായിൽ ഒരു ഷൂട്ടിൽ നിന്ന സമയത്താണ് എനിക്ക് ബിഗ് ബോസിലോട്ടൊരു എൻട്രി വന്നത്. പിന്നെ അങ്ങനെ ഒരു യാദൃശ്ചികമായിട്ട് കയറിയതാണ്. എന്തായിരുന്നു ബിഗ് ബോസിലെ അനുഭവം? അടിപൊളിയായിരുന്നു. ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു കേട്ടോ. എല്ലാരും എന്നോട് ചോദിക്കാറുണ്ട് ബിഗ് ബോസ് എന്ന് പറയുമ്പോൾ രമ്യ മാത്രമാണ് പറയുന്നത് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു ബിഗ് ബോസ്. അതിനേക്കാൾ ഉപരി എനിക്ക് ചോദിക്കാനുള്ള ഒരു ചോദ്യം, 100 ദിവസമല്ലേ അത്? 100 ദിവസം, 100 ഡേയ്സ്. എത്ര ദിവസം ഉണ്ടായിരുന്നു? എനിക്ക് തോന്നുന്നു 65-70 ഡേയ്സോളം ഉണ്ടായിരുന്നു. 70 ഡേയ്സ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ക്വസ്റ്റ്യൻ ആണ്. അത് ക്വസ്റ്റ്യൻ ആവുന്ന ഇത് ചോദിക്കാതിരിക്കാൻ പറ്റില്ല, ചോദ്യമായിട്ട് എടുക്കാൻ വേണ്ട. എന്നൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 70 ദിവസം മൊബൈൽ ഇല്ലാണ്ട് നിങ്ങൾ എങ്ങനെ ജീവിച്ചു? അയ്യോ, എനിക്കത് ആലോചിക്കാൻ പോലും പറ്റുന്നില്ല ഇപ്പോൾ. അതൊരു എന്തായിരുന്നു ആ ഒരു എക്സ്പീരിയൻസ്? അത് ഞാൻ ബിഗ് ബോസ് എന്തെന്ന് അറിയാണ്ട് കയറിയ ഒരു വ്യക്തിയായിരുന്നു. ബിഗ് ബോസിന്റെ ഉള്ളിലോട്ട് കയറി കഴിഞ്ഞപ്പോൾ ഫോണില്ലാതൊക്കെ ആദ്യത്തെ ഒരു 1-2 ദിവസമൊക്കെ ഓക്കെ, നമ്മൾ അവിടേക്ക് ഒന്ന് പരിചയപ്പെട്ട് വരുന്നത് വരെ നമ്മുടെ മൈൻഡിലില്ല. പക്ഷെ അത് കഴിയുമ്പോൾ മൊബൈലില്ല, ടൈം അറിയാൻ പറ്റുന്നില്ല, TV ഇല്ല, പുറത്തുള്ള ആരുമായിട്ടുള്ള കോണ്ടാക്ട് ഇല്ല. മെന്റലി നമ്മൾ ഭയങ്കര ഡൗൺ ആവും. ശരിക്കും ബിഗ് ബോസ് എന്ന് പറഞ്ഞാൽ മെന്റലി സ്ട്രെങ്ത് നോക്കുന്ന ഒരു റിയാലിറ്റി ഷോയാണ്. ശരിക്കും അതൊന്നും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പറ്റാത്തവരാണ് സ്വയം പോകുന്നത്. എനിക്ക് ആദ്യത്തെ ഒരാഴ്ച കഴിയപ്പോഴത്തേക്ക് എനിക്കും മെന്റലി ഒരു ഇതായി. ആ ഒരു സംഭവം നമ്മൾ ഈ മെന്റലി നമ്മൾ ഭയങ്കരമായിട്ട് ഡിപ്രഷൻ എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് അല്ലേ ഭയങ്കരമായിട്ട്. പിന്നെ അവിടെ ഒരു കമ്പനി ആയി കഴിയുമ്പോഴത്തേക്കും
അതിൽ മിങ്കിൾ ചെയ്തെന്ന് തോന്നുന്നു. അതായത് ആദ്യത്തെ ഒരു 2 വീക്സ് എൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ്. ഞാൻ എൻ്റെ പാരൻസിനെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ടായിരുന്നു, എൻ്റെ ചേച്ചിയൊക്കെ. ലോകത്ത് ഞാൻ എവിടെ പോയാലും രാത്രി 10 മണിന്നൊരു സമയം ഉണ്ടെങ്കിൽ എൻ്റെ അമ്മ വിളിക്കും, ചേച്ചി വിളിക്കും. അപ്പൊ ഇതിങ്ങനെ ശീലിച്ചു. അപ്പൊ എനിക്ക് അതൊന്നും പറ്റുന്നില്ല. ഞാൻ അതുമായിട്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായി. എനിക്ക് പനി വന്നു, നമ്മളെ എല്ലാം ചേഞ്ച് ആയില്ലേ. പക്ഷെ 2 വീക്സ് കഴിഞ്ഞാൽ ഇതെല്ലാം നമ്മൾ മറക്കും. പിന്നെ നമ്മുടെ മനസ്സിൽ ബിഗ് ബോസ്, ടാസ്ക്, ഇതൊക്കെ മാത്രമേ ഉള്ളൂ. അത് അവിടെ നിന്നവർക്ക് മാത്രമേ അത് അറിയുള്ളൂ. നമ്മളൊരു 3 വീക്സ് കഴിഞ്ഞാൽ, 3 വീക്സ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് പിന്നെ ബിഗ് ബോസ് മാത്രം. ഉറക്കത്തിലും രാത്രി കിടക്കുമ്പോഴൊക്കെ എന്താ നമ്മുടെ മൈൻഡിലെന്നറിയോ, നാളത്തെ ടാസ്ക് എങ്ങനെ, എന്ത് ചെയ്തു. ഉറക്കമില്ല. ഞാൻ പുറത്തിറങ്ങിയപ്പോ എല്ലാരും പറയുക, നിങ്ങൾ 2-3 മണിക്കൊക്കെ ഉറങ്ങുന്നേ, എന്നിട്ട് 8 മണിയാകുമ്പോ എഴുന്നേക്കും. പിന്നെ ഡേ ടൈമിൽ ഉറക്കമില്ല. അവിടെയാണ് എല്ലാവർക്കും മെന്റലി എന്താ പറയാ പിടിച്ചു നിൽക്കാൻ പറ്റാത്ത. ഒരു 10 മിനിറ്റ് കൂടി നമുക്ക് ഡേ ടൈമിൽ ഉറങ്ങാൻ പറ്റത്തില്ല. അപ്പോൾ അതൊക്കെ ഞാൻ ആദ്യത്തെ 2 ആഴ്ച സത്യത്തിന് ഞാനും മടുത്തു. 3-ാമത്തെ ആഴ്ച കഴിഞ്ഞപ്പോൾ ഓക്കെ. പിന്നെ ഞാൻ സെക്കൻഡ് എൻട്രി 50-ാമത്തെ ദിവസമാണ് കയറുന്നത്. ഞാൻ 2 പ്രാവശ്യം വൈൽഡ് കാർഡ് എൻട്രി ആട്ടോ കയറി. എനിക്ക് തോന്നി 65 ആണ് 70 സംതിങ് ആണ് എനിക്ക് എനിക്ക് ഓർമ്മയില്ല. അപ്പോൾ സെക്കൻഡ് എൻട്രി വൈൽഡ് കാർഡ് എൻട്രി ആയിട്ട് കയറിയപ്പോൾ ഞാൻ ഭയങ്കര ഉഷാറായിട്ടാണ് കയറുന്നത്. കാരണം എന്നെ ഒരു റൂമിലോട്ട് മാറ്റി. ആ റൂമിലോട്ട് മാറ്റി അവിടെ ഫോണില്ല, TV ഇല്ല, ആരുമില്ല. ഞാൻ ആ റൂമില് ഫുഡും കഴിച്ച് ഒറ്റയ്ക്ക്. പിന്നെ ബിഗ് ബോസിൽ സ്റ്റാഫ് വരെ എന്തെങ്കിലുമൊക്കെ ഒരു ആവശ്യം ഉണ്ടെങ്കിൽ അങ്ങനെയൊക്കെ മാത്രമേ ഉള്ളൂ. അപ്പൊ എനിക്ക് ഇവരെയൊക്കെ ഭയങ്കരമായിട്ട് മിസ് ചെയ്തു. ബിഗ് ബോസിലുള്ളവരെ മിസ് ചെയ്തു. അപ്പൊ എനിക്കൊന്ന് ബിഗ് ബോസ് കയറിയാൽ മതിയെന്ന്. പക്ഷെ ആ സെക്കൻഡ് എൻട്രി മുതലായിരുന്നു എനിക്ക് റീച്ച് കിട്ടിയത്. എന്തോ തൊടുന്നല്ല പൊന്നെന്ന് പറയുന്നത് പോലെ എന്ത് ചെയ്താലും സക്സസ് ആവണു. ഞാൻ പറയുന്നത് ഞാൻ ഹോസ്റ്റലിൽ നിന്ന് ശീലിച്ചിട്ടില്ല. എപ്പോഴും പാരന്റ്സിന്റെ കൂടെ ആയിരിക്കും. പിന്നെ ഷൂട്ടിൽ പോയാലും എനിക്ക് എൻ്റെതായിട്ടുള്ള ഒരു പ്രൈവസി ആണല്ലോ. നമ്മളിങ്ങനെ റൂം ഷെയർ ഒന്നും ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ ഫസ്റ്റ് എല്ലാവരും റൂം ഷെയർ ചെയ്യുക, എല്ലാവരും പുതിയൊരു എക്സ്പീരിയൻസ്, ഭയങ്കര എക്സ്പീരിയൻസ്. ഞാൻ അതാ പറഞ്ഞു, ഞാൻ അത് എൻജോയ് ചെയ്തു. അതുകൊണ്ട് തന്നെ എനിക്ക് ഇപ്പോ എല്ലാവരുടെ അടുത്ത് ഭയങ്കരമായിട്ട് എനിക്ക് സാധിച്ചു. ഞാൻ എന്റെ ചേച്ചിയൊക്കെ പറഞ്ഞു, നീ ബിഗ് ബോസിൽ പോയിട്ട് വന്നപ്പോ ഭയങ്കര ചേഞ്ച്. ഞങ്ങൾ സത്യം പറഞ്ഞ ഇവിടെ വന്നപ്പോ ഞങ്ങളും പറഞ്ഞിട്ടാ വന്ന് രമ്യനെ കണ്ടു, സംസാരിച്ചു, ഞങ്ങൾ ഇവിടെ പോന്നു. അപ്പൊ ഞങ്ങൾ എല്ലാവരും ഇരിക്കുന്ന സമയത്ത് പറഞ്ഞു, രമ്യൊക്കെ കണ്ട ഒരു അഹങ്കാരമില്ല, ഒന്നുമില്ല. പൊക്കി പറയണ അഹങ്കാരമില്ല. എന്നെ കണ്ട എല്ലാരും വിചാരിക്കും ഞാൻ ഭയങ്കര കണ്ടപ്പോ എനിക്ക് തോന്നി ഏതാണ് മഞ്ഞ ചാരൻ. പക്ഷെ പിന്നെ 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 നമ്മുടെ അടുത്തേക്ക് ഒന്ന് സംസാരിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞത്തേക്കൊക്കെ. പിന്നെ വേറൊരു ആള് നമ്മുടെ നാസിമ എന്ന് പറഞ്ഞത്, രമ്യയെ കണ്ട ഒരു അഹങ്കാരമില്ല, ഒന്നുമില്ല. നാസിമാണെന്ന് തോന്നുന്നു പറഞ്ഞത് ദിവസം അത്. അപ്പൊ അത് നമുക്ക് ആ ഒരു ഈ ബിഗ് ബോസിന്റെ എക്സ്പീരിയൻസിലേക്ക് വന്നപ്പോഴത്തേക്കും എനിക്ക് പറയാൻ ഒരു വലിയ ഒരു സംഭവം, ക്ഷമ എന്ന് പറയുന്നത് നമുക്ക് എത്രത്തോളം നിങ്ങൾക്ക് അവിടുന്ന് പഠിക്കാൻ പറ്റി? എനിക്ക് നന്നായിട്ട് ക്ഷമ പഠിക്കാൻ പറ്റി അല്ലേ. അതുവരെയുള്ള രമ്യയായിരുന്നു ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങാൻ നേരത്തുണ്ടായിരുന്ന രമ്യ. ഒരു മാറ്റം നമ്മുടെ മനസ്സിൽ തന്നെ. ഞാൻ ക്ഷമ നന്നായിട്ട് പഠിച്ചു. പിന്നെ ഈ പറഞ്ഞതുപോലെ എല്ലാവരുമായിട്ട് ഇങ്ങനെ മിങ്കിൾ ചെയ്യാനൊക്കെ പഠിച്ചു. അതൊക്കെയാണ് ഞാൻ ബിഗ് ബോസിൽ നിന്ന് പഠിച്ചത്. ക്ഷമയാണ്. പിന്നെ എനിക്ക് ഫോണ് ഭയങ്കര അഡിക്റ്റഡ് ആയിരുന്നു കേട്ടോ. അമ്മ അച്ഛനും എന്നെ എപ്പോഴും വഴക്കുറ, ചുമ്മാ ഫോണിങ്ങനെ ഒന്നുമില്ലെങ്കിലും ഒരു ഷൂട്ടിലാണെങ്കിലും കട്ട് പറഞ്ഞ അപ്പൊ ഫോൺ ഒന്നുമില്ല. എന്നാലും ഈ ശീലമൊക്കെ മാറി. പക്ഷെ പിന്നെ എന്താ കുക്കിങ് പഠിച്ചു. ശരിക്കും ഞാൻ ലോക്ക്ഡൗൺ സമയത്താണ് കുക്കിങ് പഠിക്കുന്നത്. അത് ഇത്രയും പേർക്ക് ഫുഡ് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ ആ ഫുഡ് ഉണ്ടാക്കി കൊടുത്തതിലാണ് ഞാൻ ക്യാപ്റ്റൻ ആയത്. അപ്പൊ എനിക്ക് മനസ്സിലായി, നമ്മൾ സ്നേഹത്തോടെ ഇപ്പൊ എത്ര ശത്രുക്കൾക്കാണെങ്കിലും നമ്മൾ സ്നേഹത്തോടെ ആഹാരം വിളമ്പിയാൽ ആ ശത്രുത മാറും. അത് മനസ്സിലാക്കി ഞാൻ ബിഗ് ബോസ് ചെയ്യുന്നു. അങ്ങനെ കുറേ കാര്യങ്ങൾ ഞാൻ പഠിച്ചു. ഒരു ക്ഷമയാണ് ഫസ്റ്റ് പഠിച്ചത്. അല്ല, വേറെ ഒരു മെയിൻ സംഭവം എന്താ വെച്ചാൽ, ഇപ്പൊ ക്ഷമ എന്ന് പറയുന്നത്, ഇപ്പൊ ഞാൻ ആക്ച്വലി എൻ്റെ വൈഫ് ഇതിന്റെ ഡയറക്ടർ കുറെ വർഷങ്ങളായിട്ട് പറഞ്ഞിരിക്കുന്നത് ബിഗ് ബോസിൽ എങ്ങനെ കയറാൻ പറ്റും, അതിൻ്റെ ഉള്ള എൻട്രി ചെയ്യ്, അത് ചെയ്യ്, ഇതിനൊക്കെ. പക്ഷെ എനിക്ക് ഒട്ടും താല്പര്യമില്ല. കാരണം പുള്ളിക്കാരി പറഞ്ഞു വെച്ചാൽ ഞാൻ നന്നായിട്ട് കുക്ക് ചെയ്യും, എൻ്റെ കാര്യങ്ങളും വീട് നന്നായിട്ട് നോക്കി ഇതൊക്കെ ഞാൻ ചെയ്യുന്ന ഒരാളാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതൊക്കെ, ഭയങ്കര ക്രൈസാണ് കുക്കിംഗ് എല്ലാം. അപ്പോൾ ഇതൊക്കെ നീ ചെയ്യുന്ന ആളാണ്, അപ്പോൾ നിനക്ക് ബിഗ് ബോസിൽ ഒരു കൈ നോക്കിക്കൂടെ? അപ്പോൾ എന്താ വിഷയം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കില്ലാത്തൊരു സംഭവമേ ഉള്ളൂ. 100 ദിവസം എങ്ങനെ അവിടെ പോയിട്ട് ഫോണില്ലാതെ നിൽക്കും. ഇതായിരുന്നു എൻ്റെ ചിന്ത. ഞാൻ ആ ബിഗ് ബോസ് വീടിനുള്ളിൽ കയറുന്നതിന് തൊട്ട് മുന്നേ അമ്മയും അച്ഛനെയും ചേച്ചിയെ വീഡിയോ കോള്
ചെയ്തുകൊണ്ടിരിക്കുക. അത് കട്ട് ചെയ്തിട്ട് ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് ഇവന്റെ കയ്യിൽ കൊടുക്കും. ആ നിമിഷം ഞാൻ ലൈഫിൽ മറക്കത്തില്ല. എന്റെ കണ്ണൊക്കെ ഇങ്ങനെ നിറയുക. നമ്മുടെ ആരോ പോയി. പോയി. പക്ഷേ നമ്മളെ ബിഗ് ബോസ് വീടിനുള്ളിലോട്ട് എൻട്രി ചെയ്യില്ലേ, ഇവിടെ നിന്ന് 2 കിളി പോകും. പിന്നെ നമ്മളിതൊക്കെ മറക്കും. സത്യം പറയുന്നത്, ഞാൻ എൻ്റെ ഫസ്റ്റ് എൻട്രിയുടെ സമയത്ത് എൻ്റെ കണ്ണ് നിറഞ്ഞായിരിക്കും. അത് ആർക്കും അറിയത്തില്ല. കാരണം ഞാൻ ഇങ്ങനെ ഫോൺ ഓഫ് ചെയ്ത് കൊടുത്തപ്പോൾ എനിക്കിങ്ങനെ വേണ്ടായിരുന്നു, പോകണ്ടായിരുന്നു, ഒന്ന് എവിറ്റഡ് ആയാൽ മതി, ഇങ്ങനെയൊക്കെയുള്ള മൈൻഡിലാണ്. പക്ഷെ കാലെടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ഒരു സാധനം പോകും. പിന്നെ നമുക്ക് ഈ ഒരു വിഷമം ഒന്നുമില്ല. പിന്നെ നമുക്കുണ്ട് കുറേ ദിവസം കഴിയുമ്പോൾ നമുക്ക് പാരന്റ്സിനെയൊക്കെ കാണണം, അവരെന്തായി എങ്ങനെ, ഇതൊക്കെ ചില സമയത്തെ നമുക്ക് ആലോചിക്കാനുള്ള സമയമുള്ളൂ. പിന്നെ ചിലപ്പോൾ ഒറ്റയ്ക്കൊക്കെ കിടക്കുമ്പോൾ നമ്മളിങ്ങനെ ചിന്തിക്കും, അമ്മ അച്ഛനൊക്കെ ഓക്കെ ആണോ, ചേച്ചി എല്ലാം ഫോളോ അപ്പ് ചെയ്യുന്നുണ്ട്. എൻ്റെ ചേച്ചിയാണ് എനിക്ക് എല്ലാം സപ്പോർട്ട് ചെയ്യുന്നത്. പിന്നെ ഓരോ കോസ്റ്റ്യൂം വരുമ്പോൾ എനിക്കറിയാം ഇതെന്റെ ചേച്ചി മുംബൈയിൽ നിന്ന് അയക്കുന്നതാണ്, അപ്പൊ എന്തൊരു എഫേർട്ട് എടുക്കുന്നു. അപ്പൊ നമുക്ക് അവരോടൊരു ഇഷ്ടം കൂടും. നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ പുറത്തുനിന്ന് ഫാമിലിക്ക് എത്തിക്കാം. അതായത് ഇപ്പൊ നമ്മുടെ കയ്യിൽ ഇല്ലാത്ത എന്തെങ്കിലും സാധനം ഉണ്ടെങ്കിൽ അവര് വിളിച്ച് പറയുമല്ലോ. ഞാൻ ദുബായിൽ നിന്ന് നേരെ വന്നതാ. അപ്പൊ എന്റെ കൊറിയർ ചെയ്ത സാധനങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. പക്ഷെ അപ്പോഴത്തേക്ക് ഞാൻ എൻട്രി ചെയ്തു. മനസ്സിലായി. അതൊക്കെ ഇപ്പൊ മെഡിസിൻ ആയാലും അവർക്ക് അയച്ചു കൊടുക്കാം, അങ്ങനെയൊക്കെയുള്ള ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിരുന്നു. ഓക്കെയാണ്. ഞാൻ പറഞ്ഞതുപോലെ ഒരു 10 സിനിമ ചെയ്യുന്ന റീച്ചാണ് ബിഗ് ബോസ്. കാരണം ഞാൻ ബിഗ് ബോസ് കഴിഞ്ഞ് ഇറങ്ങി വന്നപ്പോ എനിക്ക് ഒരുപാട് ഷോസ് ഒക്കെ ഉണ്ടായിരുന്നു, കുറെ മൂവീസ് കിട്ടി. പിന്നെ എന്റെ ഒരു വോയിസ് കേട്ടാൽ മതി, എന്റെ അടുത്ത് വന്നിട്ട് ചോദിക്കും, വിദേശത്തൊക്കെ പോകുമ്പോ അവിടുത്തെ ആന്റിമാരൊക്കെ വന്നിട്ട് രമ്യ പണിക്കരല്ലേ മോളെ, ഞാൻ ചിലപ്പോ മാസ്ക് ആയിരിക്കും വെച്ചിട്ടുണ്ട്. എന്റെ അമ്മയെ എന്റെ വോയിസ് എനിക്ക് ഒട്ടും ഇഷ്ടമല്ലായിരുന്നു. ടോൺസിലൈറ്റിസിന്റെ ഓപ്പറേഷൻ ചെയ്തായിരുന്നു, എനിക്കൊന്ന് 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ. അതിനുശേഷം എന്റെ സൗണ്ട് ചേഞ്ച് ആയി. അപ്പൊ എനിക്ക് സൗണ്ട് എനിക്ക് ഇഷ്ടമല്ല, സത്യത്തിൽ എനിക്ക് ഇഷ്ടമല്ല. ഞാൻ ഒന്നും ഡബ് ചെയ്യത്തില്ല. അവിടെ ഡബ് ചെയ്തത് ഒമറിക്കയുടെ ചങ്സിൽ മാത്രമാണ് ഞാൻ ഡബ് ചെയ്തത്. അത് ഭയങ്കര വൈറലാവുകയും ചെയ്തു ആ സീൻ. പക്ഷെ ബിഗ് ബോസ് പോയിട്ട് വന്നതിന് ശേഷം എനിക്ക് എന്റെ സൗണ്ടിനോട് ഭയങ്കര റെസ്പെക്ട് വന്നു, സ്നേഹം വന്നു. നമ്മുടെ സൗണ്ട് തിരിച്ചറിയാൻ തുടങ്ങി. അതെ അതാ ബിഗ് ബോസിലൂടെയാണെന്നുള്ളത്. സത്യം. 65-70 ദിവസം ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു റൂമിന്റെ അകത്ത് ലാലേട്ടൻ എത്ര വട്ടം നേരിൽ കണ്ടിരുന്നു? ഏറ്റവും ഭാഗ്യം എന്ന് പറഞ്ഞാൽ എല്ലാ ആഴ്ചയും ലാലേട്ടനെ കാണാം. എന്തായിരുന്നു ആ എക്സ്പീരിയൻസ്? അതങ്ങനെ ഞാൻ അമ്മയിലെ മെമ്പറാണ്. അപ്പൊ നമ്മുടെ അമ്മയിലെ മീറ്റിംഗ് ഒക്കെ വരുമ്പോഴായിരിക്കും ലാൽ സാറിനെ കാണുന്നത്. പക്ഷെ എല്ലാ ആഴ്ചയും ലാൽ സാറിന്റെ സ്ക്രീനിൽ വന്ന് രമ്യ പറയൂ ഇങ്ങനെ പറഞ്ഞ് വിളിക്കുമ്പോ നമുക്ക് കിട്ടുന്ന ഒരു അതായത് ലാലേട്ടൻ്റെ വഴക്ക് കിട്ടുക, ലാലേട്ടൻ്റെ അടുത്ത് സ്നേഹത്തോട് 2 വാക്ക് പറയുന്നത് കേൾക്കുക, ഇതൊക്കെ ഒരു ഭാഗ്യമാണ്. ഞാൻ ഭയങ്കര എൻജോയ് ചെയ്തു. എനിക്ക് ബിഗ് ബോസ് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം ഞാൻ ഒരിക്കലും മറക്കില്ല. ഇനി വിളിച്ചാലും ഞാൻ പോകും. ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു ഷോയില് ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്തേക്കുന്ന ഒരു വ്യക്തി പക്ഷേ രമ്യയായിരിക്കും. എങ്ങനെയായിരുന്നു ആ മൂവിയിലേക്കുള്ള എൻട്രി കിട്ടുന്നത്? ഓഡിഷന് പോയിട്ടാണോ? അല്ലല്ല, ഒന്നുമല്ല. ഞാൻ ഓഡിഷനൊന്നും ഇതുവരെ പോയിട്ടില്ല. ആക്ച്വലി എനിക്കൊരു ഇവന്റ് മാനേജ്മെന്റ് കമ്പനി ഉണ്ടായിരുന്നു, ചേച്ചിയും ഞാനും കൂടെ ചെയ്യുന്നത്. അപ്പോൾ അവിടെ ഒരു ഇവന്റിൽ വെച്ചിട്ടാണ് സജിത്തേട്ടനെ കാണുന്നത്, ഡയറക്ടർ. പുള്ളിയാണ് എൻ്റെ അടുത്ത് ഇങ്ങനെ അജിത് ചേട്ടൻ്റെ ഒരു പേരായിട്ടാണ് 90s കാലഘട്ടത്തിലെ ഒരു ക്യാരക്ടറാണ്. അപ്പൊ അത് എനിക്ക് സിനിമയെ കുറിച്ച് ഒരു ഐഡിയ ഇല്ല. പിന്നെ അച്ഛൻ ഭയങ്കര സ്ട്രിക്റ്റ് ആയിരുന്നു, അച്ഛൻ വിടത്തില്ല, ഒരു വിധത്തിൽ സിനിമയിൽ വിടില്ല. ചേച്ചിയുടെ കല്യാണം കഴിഞ്ഞ സമയം അപ്പൊ ചേച്ചിയുടെ ഹസ്ബൻഡ് മിഥുൻ ചേട്ടനും അമ്മായിക്കൊക്കെ ഭയങ്കര ഇഷ്ടം സിനിമയിൽ വിടണം. അങ്ങനെ അവരുടെ സപ്പോർട്ടാണ് ശരിക്കും എന്നെ ഇവിടം വരെ എത്തിച്ചത്. അപ്പൊ അച്ഛനെ വിളിച്ച് വഴക്ക് പറഞ്ഞു. അങ്ങനെ എന്റെ ആദ്യത്തെ സിനിമയിൽ ഫുൾ ഫാമിലി ആയിട്ടാണ് ലൊക്കേഷനില്, ഫുൾ ഫാമിലി ആയിട്ട്, അങ്ങനെ അറിയില്ലല്ലോ. പിന്നെ എൻ്റെ അച്ഛനത് എല്ലാം ഓക്കെ ആയി കഴിഞ്ഞപ്പോൾ ഇപ്പൊ എന്നെ ഫുൾ സപ്പോർട്ട് എൻ്റെ അച്ഛനാണ്. ഞാൻ എന്തെങ്കിലും ഇപ്പോൾ ഒറ്റയ്ക്ക് എവിടെയെങ്കിലും ട്രാവൽ ചെയ്യാൻ മടി കാണിക്കുന്നെങ്കിൽ അച്ഛൻ എന്താ പ്രശ്നം, പോണം, നീ ഒരു ആർട്ടിസ്റ്റ് അല്ലേ, ഇങ്ങനെയൊക്കെ. അപ്പൊ അതെന്റെ അച്ഛൻ ഒരു ഇന്റർവ്യൂല് പറഞ്ഞു, അവളുടെ ഒരു പ്രയത്നത്തിലാണ് ഇവിടം വരെ എത്തിയതെന്ന്. ഒക്കെയാണ്, ഇങ്ങനെയാണ് എൻ്റെ ഒരു അച്ഛൻ റീജിയണൽ ക്യാൻസർ സെന്ററിലാണ് വർക്ക് ചെയ്തത്, ട്രിവാൻഡ്രം. അമ്മ ഹൗസ് വൈഫ്, ചേച്ചി സൗമ്യ കല്യാണം കഴിഞ്ഞ് മുംബൈയിലാണ് സെറ്റിൽ ചെയ്തേക്കുന്നത്. അപ്പോൾ ഒരേ മുഖം അല്ലേ മൂവിയുടെ പേര്? അതിലായിരുന്നു സ്റ്റാർട്ടിങ്. അതിനുശേഷം പിന്നെ എന്നായിരുന്നു എറണാകുളത്തേക്ക് ഷിഫ്റ്റ് ചെയ്തത്? അല്ല, ഒരേ മുഖം കഴിഞ്ഞ് ഹദിയ ചെയ്തു, ചങ്സ് ചെയ്ത ഒമറിക്കയുടെ ചങ്സിലാണ് ജോളി മിസ് എന്ന് പറയുന്ന ക്യാരക്ടറാണ് ബ്രേക്ക് ആയത്. ഇപ്പോഴും എന്നെ ജോളി മിസ് എന്ന് പറഞ്ഞാലേ എല്ലാവർക്കും അറിയുള്ളൂ. അത് കഴിഞ്ഞപ്പോൾ എനിക്ക് ഒരുപാട് ഷോസ് വന്നു, ഇനാഗ്രേഷൻസ് വന്നു, മൂവീസ് വന്നു. അപ്പൊ ട്രിവാൻഡ്രം എറണാകുളം ട്രാവലിംഗ് ബുദ്ധിമുട്ടായപ്പോൾ നമ്മൾ എറണാകുളത്തോട്ട് മാറി.
പൂർണ്ണമായിട്ട് മാറിയെന്നല്ല, ട്രിവാൻഡ്രത്ത് വീടുണ്ട്, അവിടെ ഇവിടെ ആയിട്ട് അങ്ങനെ പോയി വന്ന് നിൽക്കും. ഇതിപ്പോ സ്വന്തം ഫ്ലാറ്റ് മേടിച്ചു എവിടെ? എറണാകുളത്ത്. എവിടെ ആയിട്ടാണ്? ഇവിടെ വെണ്ണല, പാലച്ചൂട്. പാലച്ചൂട്. ഓക്കെ. അപ്പൊ ഇപ്പൊ എറണാകുളം ട്രിവാൻഡ്രമായിട്ട് മാറി നിൽക്കും. അച്ഛനും അമ്മയും ഇവിടെ ഉണ്ടോ? അല്ലെങ്കിൽ ഇപ്പൊ ഇവിടെ ഉണ്ട് എന്റെ കൂടെ. ഇടയ്ക്ക് നമ്മള് ട്രിവാൻഡ്രത്ത് പോകുന്നു. ഇപ്പൊ രഘുറാം എന്ന് പറഞ്ഞ മൂവിയിലാണ് അതെ. ഇപ്പൊ നമ്മൾ ഈ ഒരു ലൊക്കേഷനിലാണ്, രഘുറാമിന്റെ ലൊക്കേഷനിലാണ് ഉള്ളത്. ബിഗ് ബോസിൽ നിന്ന് ഇപ്പൊ പോന്നിട്ട് ഇപ്പൊ എത്ര വർഷമായി? ഇപ്പൊ സീസൺ 7 ആയില്ലേ? ഞാൻ സീസൺ 3 ആയിരുന്നു. ഈ 3 ഉണ്ടായിരുന്ന എല്ലാവരായിട്ടും കമ്പനിയായിരുന്നു. ആ ബിഗ് ബോസിന്റെ ആ ഒരു അവിടെ നിന്ന് ഒരു 65-70 ദിവസം കഴിഞ്ഞാൽ പുറത്തേക്ക് ഇറങ്ങി. അതവിടെ കഴിഞ്ഞു. പിന്നെ ഏകദേശം 30 ദിവസം കഴിഞ്ഞത്തേക്ക് ബിഗ് ബോസ് തന്നെ ഫുള്ളായിട്ട് ആ സീസൺ 3 അവിടെ തീർന്നു. ടീംസ് ആയിട്ട് പിന്നീട് കോണ്ടാക്ട്സ് ഉണ്ടായിട്ടുണ്ടോ? നമ്മൾ ഷോസിലൊക്കെ വെച്ച് കാണും. കൂടുതലും ഞാൻ കണ്ടിട്ടുള്ളത് മണിക്കുട്ടൻ ചേട്ടനെ, അനൂപേട്ടൻ, നോബി ചേട്ടനെ എപ്പോഴും കാണും. നമ്മളെല്ലാം ആ സീസണൊക്കെ ആയിരുന്നു ഒരുപാട് ആർട്ടിസ്റ്റുകളും ഉണ്ടായിരുന്നത്, ഫെയിം ആയിട്ടുള്ള ആൾക്കാർ. അതെ അതെ അതെ. നോബി ചേട്ടൻ, മണിക്കുട്ടൻ ചേട്ടൻ ഇവരെയൊക്കെ തന്നെയാ കൂടുതൽ കാണുന്നത്. റംസാനെ കാണും. വിളിക്കാറുണ്ടോ? അല്ലാണ്ട് എന്തെങ്കിലുമൊക്കെ ആവശ്യം നമ്മൾ മെസ്സേജ് മീൻസ് എന്തെങ്കിലുമൊക്കെ പ്രോഗ്രാംസ് ഒക്കെ വരുമ്പോൾ. അല്ലാതെ കൂടുതൽ നോബി ചേട്ടനൊക്കെയാണ് കൂടുതൽ കാണുന്നത്. അതെ അതെ. ഇപ്പൊ നമ്മളൊരു അമേരിക്ക ഷോ ഉണ്ടായിരുന്നു ലാലേട്ടന്റെ കൂടെ. അത് ഡേറ്റ ഒന്ന് ചേഞ്ച് ചെയ്തായിരുന്നു. ലാലേട്ടൻ അന്ന് കണ്ടപ്പോ ചോദിക്കുന്ന പോലെ ഇപ്പൊ നമ്മൾ അതിന് ഒരുപാട് പ്രാവശ്യം അമ്മയുടെ മീറ്റിംഗിലൊക്കെ കാണുന്നുണ്ട്, ഫംഗ്ഷനൊക്കെ വെച്ച് കാണും. മോനെ ഇങ്ങനെയല്ലേ മോനെ ബിഗ് ബോസ് ഒക്കെ കാണാറുണ്ടോ? അത് ചോദിക്കും. ബിഗ് ബോസ് കാണാറുണ്ടോ ചോദിക്കും. ഞാൻ കാണും, കാരണം നമ്മൾ നിന്ന ഒരു പ്ലാറ്റ്ഫോം അല്ലേ, അതൊന്നും ഒരിക്കലും നമുക്ക് മറക്കാൻ പറ്റില്ല. എപ്പോഴും ഇല്ല, ടൈം കിട്ടുമോ. എന്നാ പിന്നെ അതിനോട് അനുബന്ധമായിട്ടുള്ളൊരു കാര്യം എന്താണാവോ? ഇപ്പൊ നിങ്ങളൊക്കെ ഉണ്ടായിരുന്ന ഒരു ബിഗ് ബോസ് ഞാൻ ഡെയിലി റെഗുലറായിട്ട് കാണുന്ന ഒരാളല്ല, കാണുന്നത് എൻ്റെ വൈഫായിരുന്നു. പുള്ളിക്കാരി റെഗുലർ, ഇപ്പോൾ ഈ തവണ മാത്രമേ ഉള്ളൂ ഞങ്ങളുടെ ഷൂട്ടും കാര്യങ്ങളൊക്കെ അതുകൊണ്ട് തിരക്കൊണ്ട് കാണാൻ പറ്റാത്തത്. പക്ഷെ എന്നാലും ഈ ഒരു ഇപ്പോൾ സീസൺ 7 നടക്കുന്നതും ആ ഒരു സമയത്തുണ്ടായിരുന്ന ഒരു എന്തോ ഒരു വല്ലാത്തൊരു മിസ്സിങ് അല്ലേ? എന്താണ് അതിൻ്റെ മെയിനായിട്ട് കണ്ടസ്റ്റൻസുകൾ തമ്മിലൊരു റെസ്പെക്റ്റും സ്നേഹവും ഇല്ല. കോർഡിനേഷൻ എന്നല്ല, ഇപ്പൊ എനിക്ക് എൻ്റെ സീസണിൽ നിന്നുള്ള ഒരു എക്സ്പീരിയൻസിൽ ഇപ്പൊ ഞാനും ഇപ്പോൾ ഫിറോസേട്ടൻ ആയിക്കോട്ടെ, അല്ലെങ്കിൽ വേറെ നമ്മൾ എന്തെങ്കിലുമൊക്കെ ടാസ്ക് വരുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം നല്ല രീതിയിൽ നമ്മൾ വഴക്കുണ്ടാവും. പക്ഷെ ആ വഴക്ക് കുറച്ച് കഴിയുമ്പോൾ മാറും. കാരണം നമ്മൾ ഈ 19 പേരേ ഉള്ളൂ, നമ്മൾ പുറത്തുനിന്ന് ആരെയും കാണുന്നില്ല. അപ്പോൾ നമ്മളിപ്പോൾ എന്ത് വഴക്കുണ്ടായാലും നമ്മൾ കുറച്ച് കഴിയുമ്പോൾ അതൊക്കെ മാറും. അതുപോലെ ഭയങ്കരമായിട്ട് സ്നേഹത്തിലായിരിക്കും എല്ലാവരും കൂടെ ഒന്നിച്ച് ഫുഡ് കഴിക്കുക അങ്ങനെയൊക്കെ. പക്ഷെ ഇപ്പോഴത്തെ സീസണിൽ ഞാൻ നോക്കുമ്പോൾ ഓപ്പൺ ചെയ്താൽ വഴക്ക്. സത്യം. ഒരു എൻ്റർടൈൻമെൻറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് കാണിക്കുക എന്താ ഉള്ളത്. നമ്മുടെ സീസണിൽ ടാലൻറ്റ് ഷോ ആയിക്കോട്ടെ, മറ്റേ പ്രിൻസിപ്പളായിട്ട് വരുന്ന ടാസ്ക് ഉണ്ട്, പിന്നെ മീശ മാധവനായിട്ട് മണിക്കുട്ടൻ ചേട്ടനൊക്കെ വരുന്ന ടാസ്ക് ഉണ്ട്. അതൊക്കെ ഭയങ്കര രസമായിരുന്നു. നമ്മുടെ മദാമ ടാസ്ക് ഉണ്ട്, ഒരു കൊലപാതകം ചെയ്യുന്ന ഒരു ടാസ്ക്, ഭയങ്കര രസമായിരുന്നു. ഭയങ്കര ട്രോളൊക്കെ ഇറങ്ങിയത്. അതൊക്കെ ഇപ്പോഴും എൻ്റെ അടുത്ത് ആൾക്കാർ പറയും, രമ്യ മദാമയായിട്ട് ആ കൂക്കൂന്ന് വിളിക്കില്ലേ, അതൊക്കെ നമ്മൾ ഇപ്പോഴും ഇരുന്ന് യൂട്യൂബിലൊക്കെ കാണും കേട്ടോന്ന്. കാരണം അങ്ങനെ കുറേ തമാശകളും അതിൻ്റെ ഇടയ്ക്ക് വരുന്ന നാച്ചുറൽ വഴക്കാണ് ഇതൊക്കെ. പക്ഷെ ഇപ്പോൾ ഉള്ള സീസണിൽ എന്താ പ്രശ്നം? ഓപ്പൺ ചെയ്ത് അപ്പം വഴക്ക്. ഞാൻ അതിൻ്റെ എനിക്ക് തോന്നിയ ഒരു കാര്യമുണ്ട് ഞാൻ പറയുന്നത്. രമ്യ ബിഗ് ബോസിലുണ്ടായിരുന്നു. ബിഗ് ബോസിൽ രമ്യ വർക്ക് ചെയ്തപ്പോൾ നിങ്ങളുടെ പ്രൈസ് മണി ഉണ്ട്, ഹൈ നിൽക്കുന്നൊരു സംഭവം, 1 കോടി അങ്ങനെ എന്തോ അല്ലേ? അന്ന് ഫ്ലാറ്റ് ആയിരുന്നു. ഓൾമോസ്റ്റ് അതേ റേറ്റ് ഒക്കെ പറഞ്ഞിട്ടാണ് തന്നെ 1 CR ഫ്ലാറ്റ്, അല്ലെങ്കിൽ 50 ലക്ഷം. അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, ആ ഒരു എമൗണ്ട് ഫോക്കസ് ചെയ്തിട്ടായിരുന്നു രമ്യ അവിടെ അന്ന് ആ ഒരു ഫ്ലോറിൽ നിന്നത്? അല്ല. ഇപ്പൊ നമ്മൾ സംസാരിച്ചില്ലേ, ഇപ്പോഴും എനിക്ക് അതിന്റെ പ്രൈസ് പോലും അറിയില്ലെങ്കിൽ. കറക്റ്റ്. ഇപ്പൊ നമ്മൾ സംസാരിച്ചില്ലേ, അതാണ് ആ ഡിഫറൻസ്. എനിക്ക് തോന്നുന്നു ഇന്ന് നിൽക്കുന്നവര് ആ ഒരു പ്രൈസ് മാത്രം ഞങ്ങൾക്ക് നിന്നേ പറ്റൂ. എനിക്ക് തോന്നുന്നു ബിഗ് ബോസ് കഴിഞ്ഞിറങ്ങുമ്പോൾ നമ്മളെല്ലാവരുമായിട്ട് വിളിച്ചു സംസാരിച്ച് ഇടയ്ക്ക് കാണും. അപ്പൊ അതൊക്കെ ഉണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നു സീസൺ 6 അത്ര ഒരു പെർഫെക്ഷൻ ഉണ്ടായിരുന്നില്ല, അതിലെന്തൊക്കെയോ പ്രശ്നം ഉണ്ടായിരുന്നു. സീസൺ 7 ഇപ്പൊ ഈ പറഞ്ഞ പോലെ അത്ര അങ്ങോട്ട് അതിനേക്കാളും താഴത്തേക്കാണ് വന്നേക്കുന്നത്. 6 പിന്നെയും ഓക്കെ ആയിരുന്നു, അതിലൊരു ഫൈറ്റും അങ്ങനെയൊക്കെ എനിക്കോട് ഇപ്പൊ സീസൺ 7 കുറിച്ച് ഒരാൾക്കും വലിയൊരു അഭിപ്രായം, സോറി കേട്ടാ ഞാൻ ഇങ്ങനെ പറയുന്നുണ്ടെന്ന് വേറെ ചിന്തിക്കേണ്ട, പൊതുവേ ഉള്ള അഭിപ്രായങ്ങളാണ് പറയുന്നത്. കാരണം നമ്മളൊരു പ്രോഗ്രാം നന്നാക്കാനാണ് ശ്രമിക്കുന്നത്. നന്നായിക്കൊണ്ടിരുന്ന ഒരു പ്രോഗ്രാം താഴത്തേക്ക് പോയിട്ട് കാര്യമില്ല. അപ്പൊ ബിഗ് ബോസിൽ നിന്ന് കിട്ടിയേക്കുന്ന ഫീല്
അതാണ്. അതെ എനിക്ക് ഭയങ്കരമായിട്ട് ഞാൻ പറഞ്ഞില്ല, എനിക്ക് ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ ബിഗ് ബോസിൽ നിന്ന് കിട്ടി. നല്ല കുറെ ഫ്രണ്ട്സിനെ കിട്ടി ബിഗ് ബോസിൽ നിന്ന്. അതാ മെയിനായിട്ട് നമുക്ക് കുറച്ച് നല്ല ഫ്രണ്ട്സിനെ കിട്ടുക എന്ന് പറഞ്ഞാൽ അതൊരു വലിയ ഭാഗ്യമാണ്. ഒരു വീട്ടിൽ ഒന്നിച്ച് നമ്മൾ പറയില്ല ഒരു പ്ലേറ്റിൽ ഇരുന്ന് കഴിച്ചു എന്നൊക്കെ പറയില്ല, അതൊക്കെ ശരിക്കും അനുഭവിച്ചത് ബിഗ് ബോസിലാണ്. ഒന്നാലോചിക്കുക, ഒരു ഹാളില് എല്ലാവരും ഒന്നിച്ച് കിടക്കുന്നു, നമ്മൾ ചില സമയത്ത് ഒന്നിച്ച് ഫുഡ് കഴിക്കാറുണ്ട്, പിന്നെ ഒരു കേക്ക് കിട്ടിയാൽ അത് എല്ലാവർക്കും ഷെയർ ചെയ്യും. അതൊക്കെയായിരുന്നു നമ്മുടെ സീസണിൽ. ഒരാൾക്ക് ഒരു പ്രൈസായിട്ട് ഒരു കേക്ക് കിട്ടി, ആ കേക്ക് നമ്മൾ എത്ര പേരുണ്ട് അത്രയും പേർക്കും ഷെയർ ചെയ്യും. അവിടെ കൊടുക്കുന്ന ഒരു സ്നേഹമാണ്. ഇപ്പൊ എനിക്ക് പ്രൈസ് കിട്ടി, ഞാൻ മാത്രം കഴിച്ച എങ്ങനെയാ, എന്റെ മാത്രം വയറ് നിറയണം എന്ന മൈൻഡ് അല്ലായിരുന്നു നമ്മുടെ സീസണിൽ. എല്ലാവർക്കും കിട്ടണം. ഇപ്പൊ അനൂപേട്ടനൊക്കെ ആണെങ്കിലും നന്നായിട്ട് കുക്ക് ചെയ്യുമായിരുന്നു, എല്ലാവർക്കും കൊടുക്കുക എന്നുള്ളൊരു മൈൻഡ് ഉണ്ട്. അതൊക്കെയാണ് വേണ്ടത്. ഞാൻ പറഞ്ഞ ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ ബിഗ് ബോസിൽ നിന്ന് പഠിച്ചു. പിന്നെ എൻ്റെ ഫസ്റ്റ് റിയാലിറ്റി ഷോ ആണ്. ഞാൻ ഇതുവരെ വേറെ ഒരു റിയാലിറ്റി ഷോയിലും പങ്കെടുത്തിട്ടില്ല. അത് ഇത്ര നല്ലൊരു വലിയൊരു പ്ലാറ്റ്ഫോമിൽ ഏഷ്യാനെറ്റിന്റെ ബിഗ് ബോസിൽ അത് ലാലേട്ടന്റെ പ്രോഗ്രാം, അത് എനിക്ക് നല്ല റീച്ച് ആയിരുന്നു കേട്ടോ. എനിക്കത് പറയാതിരിക്കാൻ പറ്റില്ല. എനിക്ക് നല്ല റീച്ച് ഉണ്ടായിരുന്നു. ഒരുപാട് വർക്കിന്റെ എൻക്വയറീസ് വന്നു, വർക്ക് ചെയ്തു, ഷോസ് ചെയ്തു പുറത്തൊക്കെ ആയിട്ട്. ഇപ്പോഴും എനിക്ക് തന്നെ ബിഗ് ബോസിൽ വന്നതിന് ശേഷമാണ് രമ്യ പണിക്കർ എന്നാണ് എൻ്റെ പേരെന്ന് എല്ലാവരും അറിഞ്ഞത്. അതുവരെ ജോളി മിസ്, എല്ലാവർക്കും ജോളി മിസ്, എല്ലാ യുവതലമുറയിലുള്ള എല്ലാവർക്കും ജോളി മിസ് എന്നേ അറിയൂ. ഞാനൊരു ഷോ ചെയ്യുമ്പോൾ അനൗൺസ് ചെയ്യും, അടുത്തതായി നിങ്ങളുടെ സ്വന്തം ജോളി മിസ്. ഇപ്പോഴാണ് കറക്റ്റ് രമ്യ പണിക്കർ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം. സോ അങ്ങനെയൊക്കെ ഒരുപാട് നല്ല നല്ല അനുഭവങ്ങളായിരുന്നു ബിഗ് ബോസിന്റെ ആ ഒരു പ്ലാറ്റ്ഫോമിൽ നിന്ന് കിട്ടിയ വലിയൊരു അനുഭവം. പിന്നെ സെക്കൻഡ് ലോക്ക്ഡൌൺ സമയമായിരുന്നു, അപ്പൊ വേറെ വർക്ക് ഒന്നുമില്ല. ശരിക്കും പറഞ്ഞാൽ അതും വരുമാനം വരുന്ന ഒരു കാര്യം തന്നെ ആയിരുന്നല്ലോ. സോ എല്ലാം കൊണ്ട് നല്ലതായിരുന്നു. അതൊരു ഫെയിമായിട്ട് നമ്മളൊന്നും കൂടി മുകളിലേക്ക് തന്നെ കയറി. രമ്യ ട്രിവാൻഡ്രത്താണ് ബേസ്. അതെ, പഠിച്ചതെല്ലാം ട്രിവാൻഡ്രം. കോളേജ് എല്ലാം ഏത്? യൂണിവേഴ്സിറ്റി കോളേജ് ആയിരുന്നു. കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നു ആദ്യത്തെ മൂവിയിലേക്കല്ല ബിസിനസ് ചെയ്യണമായിരുന്നു പറഞ്ഞു അല്ലേ? പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയം തന്നെയായിരുന്നു. ഇവന്റ് മാനേജ്മെന്റും ഒരുമിച്ച് കൊണ്ടുപോയി സ്വയം തൊഴിൽ കണ്ടെത്തി. അപ്പോൾ അച്ഛനെ ബുദ്ധിമുട്ടിപ്പിക്കരുത്. അച്ഛൻ അത് ഞാനും ചേച്ചിയും കൂടെ ഇവന്റ് മാനേജ്മെന്റ് സ്റ്റാർട്ട് ചെയ്തതാ. നമുക്ക് അന്നേ ഒരു ആഗ്രഹം ഉണ്ട്, അച്ഛനെ നമ്മൾ ബുദ്ധിമുട്ടിക്കരുത് എന്നൊരു മൈൻഡ് ഉണ്ട്. പിന്നെ നമുക്കൊരു സേവിങ് വേണം, നമ്മുടെ ആവശ്യത്തിനെല്ലാം നമ്മൾ തന്നെ ക്യാഷ് എന്താ പറയുക, ഇപ്പോൾ ഒരു ഇവന്റ് നടത്തിയാലും അതിൽ നിന്ന് കിട്ടുന്ന ക്യാഷ് നേരെ അച്ഛൻ്റെ കൊടുത്തിട്ട് പറയും, അച്ഛാ വീട്ടിലെ കാര്യങ്ങളൊക്കെ നടക്കട്ടെ. എൻ്റെ അച്ഛൻ ഇന്നും പറയും, എൻ്റെ അഭിമാനമാണ് 2 പെൺകുട്ടികൾ. എൻ്റെ മക്കൾ ഇതൊക്കെ കേൾക്കണം, കേട്ട് ഇതൊക്കെ ചെയ്യണം. അതെ, കാരണം കണ്ടില്ലേ അച്ഛൻ അമ്മേനെയൊക്കെ സഹായിക്കുക, മക്കൾ അധ്വാനിച്ച് അച്ഛൻ്റെ അമ്മയുടെ കയ്യിൽ കൊണ്ടുവന്ന് കൊടുക്കുന്നു. എനിവേ നല്ലൊരു കാര്യമാണത്. കാരണം അവര് നമുക്ക് വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടു, അവരാണ് നോക്കിയത് കാര്യങ്ങളൊക്കെ. ഇന്നിപ്പോൾ അച്ഛൻ ഹാപ്പി അല്ലേ? ഭയങ്കര ഹാപ്പിയാണ്, സന്തോഷം. വീണ്ടും നമുക്ക് ട്രിവാൻഡ്രത്തേക്ക് പോവാം. ട്രിവാൻഡ്രത്ത് നിന്ന് ഇങ്ങനെ ഒരു സിനിമയിലേക്ക് ആദ്യമായിട്ടൊരു അവസരം വന്നപ്പോൾ വീട്ടിൽ അച്ഛനോട് പറഞ്ഞ അച്ഛൻ സമ്മതിച്ചില്ല. ചേച്ചിയുടെ ഹസ്ബൻഡും സിസ്റ്ററിന്റെ ഹസ്ബൻഡും ചേച്ചിയും അവരുടെ ഫാമിലിയും എല്ലാം ഭയങ്കര ബാക്കപ്പ് സപ്പോർട്ട്. അമ്മ ഭയങ്കര സപ്പോർട്ട്. അമ്മ പണ്ടേ ലാലേട്ടൻ ഫാനുണ്ട്, പിന്നെ തീർന്നു. നമുക്കൊരു ബ്രദറോ അങ്ങനെയൊന്നും ഇല്ലല്ലോ, എന്തെങ്കിലും വന്നാൽ എന്ത് ചെയ്യുമെന്നുള്ള ടെൻഷനാണ്. പക്ഷെ ചേച്ചിയുടെ ഹസ്ബൻഡ് ഞാൻ പറഞ്ഞില്ലേ, നമുക്കൊരു സ്വന്തം ബ്രദറിനെ പോലെ. ചേട്ടൻ വന്നു കഴിയുമ്പോൾ നമുക്ക് ഭയങ്കര ധൈര്യമായിരുന്നു. അങ്ങനെയാണ് അവര് സപ്പോർട്ട് ചെയ്തത്. സിനിമയിലേക്ക് ഒരേ മുഖം എന്ന് പറയുന്ന സിനിമയിലേക്ക് എൻട്രി ചെയ്തു. ഈ എൻട്രി ചെയ്യുന്നതിന് മുമ്പ് അങ്ങനെ ഒരു അവസരം കിട്ടിയ സിനിമയിൽ ഒരു അവസരം കിട്ടുമല്ലോ. അപ്പോൾ അച്ഛനും സമ്മതിച്ചു. പിന്നീട് വലിയ കുഴപ്പമൊന്നുമില്ല, ചേട്ടനില്ലായിരുന്നു പറഞ്ഞു. പക്ഷെ എൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ അങ്ങനെ ഒരു എൻട്രി കിട്ടിയപ്പോൾ നമുക്കൊരു സർക്കിൾ ഉണ്ടല്ലോ, നമ്മുടെ ഫ്രണ്ട്സ്, റിലേറ്റീവ്സ്, നൈബേഴ്സ്, ഇതൊക്കെ അങ്ങനെ ഒരു സർക്കിൾ ഉണ്ട്. അപ്പോൾ അവരറിഞ്ഞില്ലേ ഇങ്ങനൊരു എൻട്രി? കിടക്കരുത്. നമുക്കൊക്കെ ആകെ ഇത്തിരി കിട്ടിയ അപ്പം തന്നെ മൈക്ക് എടുത്തിട്ട് പറയും എനിക്കിങ്ങനെ കിട്ടിയിട്ടാ. ആരോടും പറഞ്ഞില്ല, ആരും അറിഞ്ഞിട്ടില്ലായിരുന്നു. ഷൂട്ട് കഴിഞ്ഞ് സിനിമയുടെ പ്രൊമോഷനും കാര്യങ്ങളായിട്ട് വന്നു തുടങ്ങിയപ്പോഴാണ് എൻ്റെ ഫാമിലിയിലും ഫ്രണ്ട്സിന് അറിയായിരുന്നു, ക്രിസ്റ്റി ആയിട്ടുള്ളവർക്ക് അറിയാം, അല്ലാതെ എൻ്റെ ഫാമിലിയിലുള്ളവർക്കൊക്കെ അറിഞ്ഞത് അപ്പോഴാണ്. ആരോടും പറഞ്ഞില്ല. അപ്പൊ ആ ഒരു പ്രൊമോഷൻ ടിവിയിലൊക്കെ വന്നപ്പോൾ ടിവിയിലും പേപ്പറിലും വിളിച്ചു ചോദിച്ചില്ല സമയത്ത്? അച്ഛനെ വിളിച്ചു.
അച്ഛനും മണിയെന്ന് വിളിക്കുന്നവരുണ്ട്, പണിക്കരെന്ന് വിളിക്കുന്നുണ്ട്. പണിക്കരെ ഇതെപ്പോ മോള് പടം കണ്ടല്ലോ പേപ്പറല്ലേ ഇതുപോലെ സിനിമ പറഞ്ഞാ അതെ. ഇതൊക്കെ എപ്പോ സംഭവിച്ചു? ഇതൊക്കെ സംഭവിച്ചു, അതൊക്കെ അവരുടെ പാഷനല്ലേ. എന്നാ അച്ഛൻ പിന്നെ നേരെ തിരിച്ചു അച്ഛൻ മാറി. അത് ഒരു വലിയ കോമഡി ഉണ്ട്. ബിഗ് ബോസിൽ പോവാ, ഞാൻ അച്ഛനോട് പറഞ്ഞു, അച്ഛാ ബിഗ് ബോസിൽ പോയി എനിക്ക് ഫോൺ എടുക്കാൻ പറ്റില്ല, വിളിക്കാൻ പറ്റില്ല. അതിനെന്താ കുഴപ്പം? ബിഗ് ബോസിൽ പോയിട്ട് കാണാലോ, ടിവിയിൽ കാണാലോ. എന്നോട് അച്ഛൻ പറയാ നമ്മൾ വിളിക്കാൻ പറ്റില്ലെന്നല്ലോ, ഞങ്ങക്ക് ഡെയിലി കാണാലോ അത്. ഞാൻ പറഞ്ഞ അച്ഛാ, ഞാൻ അമ്മേ നീ പോണം, ഡ്രസ് എല്ലാം നമ്മള് സെറ്റ്. ഞാൻ പറഞ്ഞു ശരി. അങ്ങനെ എന്നിട്ട് അമ്മ സത്യം പറഞ്ഞ ഒരു കാര്യം കൂടി പറഞ്ഞു, മോനെ ലാലേട്ടന്റെ അടുത്ത് എന്റെ കാര്യം ഒന്ന് പറയാം പറഞ്ഞേക്കട്ടെ. ലാലേട്ടൻ, എന്റെ ഫാമിലിയിൽ എല്ലാരും ലാലേട്ടൻ ഫാനാ. അതിലും വലിയൊരു ഫാനാണ് എന്റെ ചേച്ചിയുടെ കുഞ്ഞ്. അന്ന് എനിക്ക് തോന്നുന്നു അവന് 3-4 വയസ്സേ ഉള്ളൂ. അവന്റെ ബർത്ത്ഡേക്ക് ലാലേട്ടൻ വിഷ് ചെയ്തായിരുന്നു. ഞാൻ സ്റ്റേജിൽ വെച്ചിട്ട് പറഞ്ഞു ആരൂഷിന്റെ ബർത്ത്ഡേ ആണ്. ഇപ്പോഴും ആരൂഷ് ബിഗ് ബോസ് കാണും, ലാലേട്ടനെ കാണാൻ വേണ്ടിട്ട്. ചേച്ചി പറയാ ഇവ ഇപ്പോഴും ഇരുന്ന് ബിഗ് ബോസ് കാണും. എന്നിട്ട് ചോദിക്കുന്നത് കുഞ്ഞെന്താ ഇല്ലാത്തേ, ഞാൻ എന്താ ഇല്ലാത്തേ, പാറു എന്താ ഇല്ലാത്തേ. എന്നിട്ട് ഞാൻ എന്തെങ്കിലും അവനെ കൂടെ എന്തെങ്കിലും പറഞ്ഞ് മനസ്സിലാവും, ഹിന്ദിയും മലയാളവും കൂടെ മിക്സ് ആയിട്ട്. അപ്പൊ ഞാൻ പറയാം ലാലേട്ടന്റെ സിനിമയിൽ അഭിനയിക്കണോ, നീ നന്നായിട്ട് പഠിച്ചു. ഇപ്പൊ അവൻ കറക്റ്റ് ഭയങ്കര ലാലേട്ട ഫാനാ, കട്ട ഫാനാ. ബിഗ് ബോസിന് തിരിച്ച് നമ്മൾ വീണ്ടും നമ്മൾ നിർത്തിയോടത്തേക്ക് നമ്മൾ വരുന്നു. ടിവിയിലോ അല്ലെങ്കിൽ പത്രത്തിലോ ആണ് രമ്യ പണിക്കർ എന്ന് പറയുന്ന വ്യക്തി സിനിമയിൽ അഭിനയിച്ചു എന്നുള്ള കാര്യം അയൽവാസികൾ പോലും അറിയുന്നത്, ബന്ധുക്കാരും അറിയുന്നത്, ആകെ 1-2 ഫ്രണ്ട്സിന് മാത്രം അറിയാം. അങ്ങനെയുള്ളവർക്ക് അറിയാം. പിന്നെ അതിനുശേഷം സെക്കൻഡ് മൂവിയിലേക്ക് വന്നു. അതെല്ലാം കഴിഞ്ഞ് വീണ്ടും ഞാൻ ഈ ബിഗ് ബോസിലേക്ക് വരേണ്ട കാരണം എന്താ അറിയാമോ? ഞാനും ഭയങ്കര ക്യൂരിയോസിറ്റി. എനിക്ക് എന്താന്ന് വെച്ചാല് എന്റെ പൊന്നോ, മൊബൈലില്ലാത്തൊരു ജീവിതം ഞാനില്ലേ. സിനിമയിൽ കയറി പത്രത്തിലൂടെ നിങ്ങളുടെ മുഖം ഫെമിലിയറായി, ആൾക്കാർ ചോദിക്കാൻ തുടങ്ങി രമ്യ ഫിലിമിൽ അഭിനയിച്ചോ എന്നൊരു ചോദ്യം വന്നു. പക്ഷെ ബിഗ് ബോസ് എന്ന് പറഞ്ഞ സംഗതി വേറെയാണ്. അതിന്റെ അകത്ത് നിങ്ങൾക്കൊരു എൻട്രി കിട്ടിക്കഴിഞ്ഞപ്പോൾ അത് ഏതവനും കാണുന്ന TV തുറന്നു കഴിഞ്ഞാൽ ബിഗ് ബോസിന്റെ ഒരു ആഡ് വരുമ്പോഴത്തേക്ക് നിങ്ങളുടെ മുഖം ഒരു കയ്യിലെത്തുള്ളൊരു കാലത്ത്. അപ്പൊ അയൽവക്കത്തെ മറ്റേ ഐഷ ഇത്ത അവിടെ തൊട്ടിപ്പുറത്തുണ്ടല്ലോ, അപ്പൊ ഐഷാന്റെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടാവും, പക്ഷെ നമുക്കൊന്നും നോക്കായിരുന്നല്ലേ. അങ്ങനെ ആരെങ്കിലൊക്കെ എന്തൊരു കമന്റ് വല്ലതും പിന്നീട് പറഞ്ഞിട്ടുണ്ടോ? നിന്നെപ്പോഴും കണ്ടുകണ്ട് ഞങ്ങൾക്ക് മതിയായി, മടുത്ത്? ഇല്ല, എന്നോട് കുറെ പേര് പറഞ്ഞു ഞാൻ ഉള്ളത് കൊണ്ട് കാണാനിരുന്നു എന്ന്. കാരണം ഞാൻ പറഞ്ഞു എന്റെ ഫസ്റ്റ് റിയാലിറ്റി ഷോയാ. ഞാൻ ഇതിനു മുന്നേ ഒരു മത്സരത്തിന് ഞാൻ സ്കൂളിലൊക്കെ പങ്കെടുക്കും, അല്ലാണ്ട് ഒരു ചാനലിലെ ഒരു റിയാലിറ്റി ഷോയിലൊന്നും പങ്കെടുത്തില്ല. ആദ്യത്തെ എന്നോട് എല്ലാരും പറഞ്ഞു ബിഗ് ബോസിൽ രമ്യ കയറി ആദ്യത്തെ ഒരാഴ്ച രമ്യ കണ്ടതേ ഇല്ലല്ലോ. അപ്പൊ എന്റെ ചേച്ചിക്കൊക്കെ ഭയങ്കര ദേഷ്യമായെന്ന് പറഞ്ഞു, നിന്നെ ഒരാഴ്ച കണ്ടതേ ഇല്ലല്ലോ. അങ്ങനെയല്ല, ഞാൻ പറഞ്ഞില്ലേ ഫസ്റ്റ് നമ്മൾ ഒരാഴ്ച ചെല്ലുമ്പോ വേറൊരു ലോകത്തോട്ടല്ലേ, എനിക്ക് ഒരു ഐഡിയ ഇല്ല ഇത് എന്താ ഇവിടെ നടക്കണേ. പക്ഷെ 2ാമത്തെ ആഴ്ച മുതൽ ഞാനങ്ങോട്ട് ആക്റ്റീവായി. പിന്നെ അവര് പറഞ്ഞു നിന്നെ കണ്ടുമതിയതല്ല. എന്റെ ചേച്ചിയൊക്കെ പറയും, എല്ലാരും മിഥുൻ ചേട്ടന്റെ ഓഫീസ് അവിടെ മൊത്തം ഹിന്ദിക്കാരാണ്, അവരെല്ലാരും വരും ബിഗ് ബോസ് കാണാനായിട്ട്. എന്നിട്ട് പറയും ഇത് സഹോദരിയാണെന്നൊക്കെ പറഞ്ഞിട്ട് അവർക്ക് ലാംഗ്വേജ് അറിഞ്ഞൂടെങ്കിൽ പോലും ബിഗ് ബോസ് കാണുമായിരുന്നു. പിന്നെ ഒരുപാട് ഡയറക്ടേഴ്സ് എന്നെ വിളിച്ചു. കാരണം ഞാൻ പറയാം സെക്കൻഡ് ലോക്ക്ഡൌൺ ആയിരുന്നു. ലോക്ക്ഡൌൺ സമയം കൂടെ ആയതുകൊണ്ട് വേറെ പ്രോഗ്രാം ഇല്ല, പിന്നെ വീടുകളിൽ സീരിയൽ ഇല്ല, മനസ്സിലായി, നമ്മുടെ ബിഗ് ബോസ് മാത്രമേ ഉള്ളൂ. ഇങ്ങനെ അപ്പൊ എനിക്ക് തോന്നുന്നു ഒരുപാട് പേര് എന്റെ അടുത്ത് രമ്യൊക്കെ ഉള്ള സീസണൊക്കെ അടിപൊളിയായിരുന്നു. അല്ല അത് സത്യമുള്ള കാര്യം. ഞാൻ പറഞ്ഞു, ഞാൻ കാണലും വളരെ കുറവായിരുന്നു. വൈഫ് ഇരുന്ന് കാണുമ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ ഞാനും കാണും, അത്രേ ഉള്ളൂ. പക്ഷെ എനിക്ക് അത് ആ സീസണിലൊക്കെ നിങ്ങളൊക്കെ ഉള്ള സീസണിൽ പിന്നെ അത് ഞാനിങ്ങനെ വല്ലപ്പോഴും, എനിക്ക് സത്യം പറഞ്ഞത് സോറി ഒന്നും വിചാരിക്കേണ്ട, എനിക്ക് ബിഗ് ബോസിൽ ഇപ്പൊ രമ്യയുള്ള സീസണൊക്കെ ഞാനിങ്ങനെ ചിലപ്പോൾ ഒരു കുറച്ച് എപ്പിസോഡ്സ് ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ടാവും. പക്ഷെ എന്താ പറയുക, എനിക്ക് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റുന്നില്ല. കാരണം ഞാൻ അങ്ങനെ അത് കണ്ടിന്യൂസ് കാണാത്തതുകൊണ്ട്. പക്ഷെ ഇപ്പോഴത്തേക്ക് കഴിഞ്ഞ തവണത്തെ എന്തോ ഇതുപോലെ അടിയും ബഹളവും ഒക്കെ ആയിരുന്നു പറഞ്ഞ് ഈ തവണയും പറയുന്നുണ്ടായിരുന്നു. ചിലയിടത്ത് പോകുമ്പോൾ തന്നെ ഒരു ബിഗ് ബോസ്, നമ്മൾ ഈ സിനിമ എന്ന ബിഗ് ബോസ് ഭയങ്കര ഇപ്പൊ പോരാ അങ്ങനെയൊക്കെ ഒരു ടോക്ക് വന്നു. പക്ഷെ നിങ്ങളുടെയൊക്കെ ആ ഒരു സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്തിട്ട് തന്നെയാണ് പോയിക്കൊണ്ടിരുന്നത്. കറക്റ്റ് തന്നെയാണ്, കുഴപ്പമില്ല. ഇനിയും ദിവസം കിടക്കുന്നുണ്ട്, കാറ്റഗറി ചേഞ്ച് ആവാം, അതൊക്കെ ഇനി വരുന്ന ടാസ്ക് ഒക്കെ വരുമ്പോ ഇവരുടെ ഈ ഒരു എന്താ പറയാ ഇങ്ങനെ തമാശയും ഇതൊക്കെ മാറിയിട്ട് കുറച്ചുകൂടെ സീരിയസ് ആവും.
അപ്പോഴാണ് മനസ്സിലാവുന്നത് എന്താണെന്നുള്ളത്. ഞാൻ പറഞ്ഞില്ലേ ബിഗ് ബോസ് ഇനി ഭയങ്കര കഠിനമായിട്ടുള്ള ടാസ്ക് ഒക്കെ വരും. അപ്പൊ ഈ വൈബൊന്നും അല്ല, വൈബൊക്കെ മാറും, ഫ്രണ്ട്ഷിപ്പൊക്കെ മാറും. കാരണം ഫിനാലേക്ക് കയറണം എന്നുള്ള ഒരു മൈൻഡ് മാത്രം ആവും. ഇപ്പൊ അങ്ങനെ ഒരു മൈൻഡ് വലുതായിട്ട് ആർക്കും വന്നു തുടങ്ങിയിട്ടില്ല. പിന്നെ അതൊക്കെ മാറി. ഇനിയിപ്പോ ഞാൻ പറഞ്ഞില്ലേ ചിലപ്പോ വൈബിന് ആ മൂടൊക്കെ മാറി ഒറ്റയടിക്കായിരിക്കും കയറി റീച്ച് കയറുന്നത് റഘുറാമിന്റെ ലൊക്കേഷനിൽ. അതെ, ഇത് കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ഇതിന്റെ കൂടെ ചിലപ്പോൾ ഏതെങ്കിലുമൊക്കെ ഇപ്പൊ കമ്മിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ടാവും. മലയാളത്തിലെ സൂപ്പർ ഹീറോസ് അല്ലെങ്കിൽ യങ്സ്റ്റേഴ്സ്, ഇന്നിപ്പോ മലയാളത്തില് ഒട്ടുമിക്ക നടന്മാർ സൂപ്പർ ഹീറോ ആവാൻ വേണ്ടി ശ്രമിക്കുന്നവരാണ്. മിന്നൽ മുരളി വന്നു, അതിലൊരു സൂപ്പർ ഹീറോ ക്യാരക്ടറായിട്ട് നായകൻ. അതേപോലെ തന്നെ ലോകയിൽ ഇപ്പോൾ കുറെ സൂപ്പർ ഹീറോസൊക്കെയാണ് വന്നത്. ലോക മൂവി കണ്ടായിരുന്നു? കണ്ടു. പിന്നെ എന്തായിരുന്നു ലോകയിലെ കല്യാണി എന്ന് പറയുന്ന ആ ഒരു വ്യക്തിയുടെ ആക്ടിങ്ങിനല്ല ചോദിക്കുന്നത്, ആ ഒരു ക്യാരക്ടറും രണ്ടാമത്തെ കേസ് അതേപോലത്തെ ഒരു ക്യാരക്ടർ, അല്ലെങ്കിൽ അതിന് 5 ചാപ്റ്ററാണുള്ളത്. ചാപ്റ്റർ 1 വന്നു, 4 ചാപ്റ്റർ നിൽക്കുന്നു. ഡൊമിനിക് സാറ് ഒരു കോള് വരുന്നു, രമ്യ ഇന്ന് വന്ന് മീറ്റ് ചെയ്യ്, നല്ലൊരു ക്യാരക്ടർ ഉണ്ട് എന്ന് പറഞ്ഞാൽ ലോക ചാപ്റ്റർ 2, ചാപ്റ്റർ 3, 4 പിന്നെ 5 എല്ലാം കൂടിയാണെന്നാണ് കേട്ടേക്കുന്നത്. നമുക്ക് കേട്ടത് മാത്രമേ ഉള്ളൂ. അപ്പൊ അങ്ങനെ ഒരു അവസരം ലോകയിലേക്ക് വന്നാൽ വരട്ടെ ലോകയിലേക്ക് ഡൊമിനിക് സാറെ ഒരുപാട് നിങ്ങൾക്ക് കിട്ടട്ടെ. കാരണം ഒരു അവസരമാണ്, ട്രെൻഡാണ് ലോക എന്ന് പറയുന്നത്. എനിക്കൊന്ന് മലയാള സിനിമയിൽ ഒരു മാറ്റം കൊണ്ടുവന്നത്, ഒരു കാലഘട്ടത്തിൽ മാറ്റം കൊണ്ടുവന്നത് ബിഗ് ബി എന്ന് പറഞ്ഞ മൂവിയാണ് അല്ലേ? ആ ബിഗ് ബി കഴിഞ്ഞിട്ട് പിന്നെ അതേ പാറ്റേണിൽ കുറേ മൂവികൾ ഇങ്ങനെ പോയി. പിന്നെ അതിന് ശേഷം പല നല്ല നല്ല മൂവികളും വന്നു. ഇപ്പോൾ മഞ്ഞുമൽ ബോയ്സ് അതൊക്കെ വന്നു. പക്ഷെ ഇപ്പൊ ലോക എന്ന് പറയുന്നത് എൻ്റെ വേറെ ഒരു കാറ്റഗറിയിലേക്ക് കൊണ്ടുപോയിട്ട് ആരും പ്രതീക്ഷിക്കാതെ അല്ലേ. അപ്പൊ അങ്ങനത്തെ ഒരു മൂവിയിൽ നമുക്കൊരു അവസരം കിട്ടുക എന്ന് പറഞ്ഞാൽ അതൊരു ചെറിയ റോളാണെങ്കിൽ പോലും, നമ്മൾ വലിയ റോളൊന്നും വേണം നായിക തന്നെ ആവണമെന്നോ അല്ലെങ്കിൽ എന്താ പറയുക നായികയുടെ കൂടെ നിൽക്കുന്ന റോൾ വേണമെന്നോ ഒന്നുമല്ല പറയുന്നത്. അതിൻ്റെ അകത്ത് ശ്രദ്ധിക്കപ്പെടുന്ന ഒരു ക്യാരക്ടർ അത് കിട്ടണം എന്നുള്ളത് മനസ്സിൽ അങ്ങനത്തെ ഒരു ആഗ്രഹം ശരിക്കില്ല. അതെന്ത് ചോദ്യം, മനസ്സിലാഗ്രഹമില്ല. അത് കണ്ടോണ്ടിരുന്നപ്പോഴേ ഞാൻ ആലോചിച്ചു അടുത്തതിൽ ഞാനും ഉണ്ടായിരുന്നെങ്കിൽ. കണ്ടല്ലോ അങ്ങനെ ഒരു ആഗ്രഹം നമ്മുടെ മനസ്സിൽ. കാരണം ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നിങ്ങൾ ഇരിക്കുന്ന ഇതൊരു കാട് തന്നെയാണെന്ന് പറയാം, ശരിയല്ലേ? ദൈവങ്ങളെന്ന് പറയുന്നത് ഞാൻ വിശ്വസിക്കുന്നത് മരങ്ങളെയും അല്ലെങ്കിൽ ഭൂമിയെയും ഇതൊക്കെ ജീവനുള്ള സാധനങ്ങളാണ്. ചിലപ്പോൾ നിങ്ങളുടെ ഈ ഒരു പറഞ്ഞ കണ്ടുകൊണ്ടിരുന്നപ്പോൾ ഒരു ആഗ്രഹം എന്ന് പറയുന്നത് ചിലപ്പോൾ ഇവിടെ നിന്ന് എന്തെങ്കിലും സത്യം അതൊരു ഉച്ചയായിട്ടിപ്പോ അല്ല. ലോക എന്ന് പറയുന്ന ചാപ്റ്റർ 1, ചാപ്റ്റർ 2, ചാപ്റ്റർ 3, ചാപ്റ്റർ 4 ആണ്. ഞാൻ പറയുന്നത് രമ്യക്ക് 4ലേക്ക് ഒരു അവസരം കിട്ടട്ടെ എന്ന് ഞാൻ ദൈവത്തിനോട് ജഗദീശ്വരനോട് പ്രാർത്ഥിക്കുന്നത്. വേറെ ഒന്നുമില്ല, മൂത്തോൻ എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ അറിയില്ല ആരാണെന്ന് പലരും പല രീതിയിലാണ് പറയുന്നത്. പക്ഷെ ആ മൂത്തോൻ എന്ന് പറയുന്ന ക്യാരക്ടർ സാക്ഷാൽ മെഗാസ്റ്റാർ മമ്മൂക്കയാണെങ്കിൽ ആ ഒരു മൂവിയിൽ ഒരു ക്യാരക്ടർ കിട്ടിയ രക്ഷപ്പെട്ടു. കിട്ടണോ അല്ലാണ്ട് എവിടെ പോവാൻ കിട്ടും. കൊള്ളാം, ഇഷ്ടപ്പെട്ടിരിക്കുന്നു. ഇനി ഇതുപോലുള്ള നല്ല കാര്യങ്ങൾ അടുത്ത മൂവി ഇപ്പൊ കമ്മിറ്റ് ചെയ്ത് നിൽക്കുന്നത് രഘുറാം കഴിഞ്ഞിട്ട്. രഘുറാമിലേക്ക് നമ്മളിപ്പോഴും വന്നിട്ടില്ല. കാരണം ഞാനിവിടെ വന്നപ്പോൾ തന്നെ ഒരാൾ എന്നോട് പറഞ്ഞ കാര്യം വേറൊരാൾ ചൂണ്ടിയിട്ട് ഇന്റർവ്യൂ എടുക്കുമ്പോൾ എന്നെ ഒന്ന് പൊക്കി പറഞ്ഞേക്കണം എന്ന് പറഞ്ഞ് നമ്മളവിടെ നിൽക്കുന്ന സമയത്ത് ഓർമ്മയുണ്ടാ? ആളിലേക്കൊക്കെ പിന്നെ വരാം. ഇതിന്റെ ഡയറക്ടർ രഘുറാമിന്റെ സൈനു ചാവക്കാട്, അത് നമുക്ക് പിന്നെ പറയാം. ഈ രഘുറാം കഴിഞ്ഞ് അടുത്ത ജോയിൻ ചെയ്യാൻ നിൽക്കുന്നത് ഇല്ല, 2 മൂവി ഉണ്ട്. പക്ഷെ അതെല്ലാം നവംബറൊക്കെ ആവും സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. എന്താണ് ഉദ്ദേശം? മലയാളത്തിൽ തന്നെ നിൽക്കാനാണോ അല്ലെങ്കിൽ തമിഴിലേക്ക് മാറാനുള്ളൊരു പ്ലാൻ രഘുറാമിലൂടെ ഉണ്ടെന്ന് ഞാനിങ്ങനെ പറഞ്ഞാൽ? തീർച്ചയായിട്ടും ചെയ്യും. അങ്ങനെയല്ല, മലയാളം തമിഴും 2 ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അല്ല മലയാളം വിട്ടിട്ട് പോകണമെന്നല്ല, മലയാളവും തമിഴും കിട്ടിയാൽ ചെയ്യും. നല്ല വർക്കുകൾ കിട്ടി എന്തായാലും ചെയ്യും. തമിഴിൽ എനിക്ക് രമ്യയായിട്ട് സംസാരിക്കുമ്പോഴും രമ്യയുടെ ഒരു ബോഡി ലാംഗ്വേജ് കണ്ടിട്ടും എനിക്ക് തോന്നുന്നു തമിഴിൽ ശരിക്ക് രമ്യക്ക് അവസരങ്ങൾ ഒരുപാട് തേടി വരുമെന്നുള്ളൊരു വിശ്വാസം ഈ രഘുറാമിലൂടെ നിങ്ങൾക്ക് കിട്ടാൻ അവസരങ്ങൾ ഉണ്ടാവും തോന്നുന്നു. എനിക്ക് രമ്യയായിട്ട് സംസാരിക്കുമ്പോൾ സ്വസിക്കാനൊക്കെയായിട്ട് ഒരു എന്താ പറയുക അതേ ഒരു കാറ്റഗറി എനിക്ക് തോന്നുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്.
വേറെ തെറ്റിദ്ധരിക്കരുത്, ഡോണ്ട്. അപ്പോൾ മലയാള സിനിമയിൽ 2 പ്രൊജക്റ്റാണ് ഇപ്പം വന്ന് നിൽക്കുന്നത്. അത് കമ്മിറ്റ് ചെയ്തിട്ടുണ്ടോ? കമ്മിറ്റ് ചെയ്തിട്ടുണ്ട്, പക്ഷെ ഡേറ്റിന്റെ ക്ലാസ് ശരി, അവരത് കറക്റ്റ് ഫിക്സ് ചെയ്തിട്ടില്ല. അപ്പൊ ഞാൻ എന്ത് മൂവി അവരാദ്യം അനൗൺസ് ചെയ്യട്ടെ, അതാണല്ലോ എൻ്റെ. തീർച്ചയായിട്ടും. എന്താണ് ഫ്യൂച്ചറിൽ മലയാള സിനിമയിൽ ഒരു ആർട്ടിസ്റ്റായിട്ട് മാത്രം നിൽക്കാനാണോ, അല്ലെങ്കിൽ മിഥുൻ ചേട്ടൻ ഇപ്പോഴും ഭയങ്കര സപ്പോർട്ടിംഗ് ആണ്, ചേച്ചി സപ്പോർട്ടിംഗ് ആണ്, വല്ല ഫിലിം പ്രൊഡ്യൂസ് ചെയ്യാനായിട്ടുള്ള എന്തെങ്കിലും ഒരു ദുരുദ്ദേശം ഉണ്ടോ? മിഥുൻ ചേട്ടോയ് നമസ്കാരം. മിഥുൻ ചേട്ടാ, ഒരു കാര്യം പ്രത്യേകം പറയുന്നത്, ഇത് ആർട്ടിസ്റ്റായിട്ട് മാത്രം ഒതുക്കി നിർത്തേണ്ട ആളല്ല, കഴിവുകളുണ്ട്. നിങ്ങളാണെങ്കിലും സിനിമയെ സ്നേഹിക്കുകയും ഇഷ്ടപ്പെടുകയും ചെയ്യുന്ന ഒരാളാണ്. പ്രൊഡക്ഷൻ കമ്പനിയും കൂടി രൂപീകരിച്ച് ദൈവമേ പോട്ടെ, പ്രൊഡക്ഷൻ ഞാൻ വിട്ടു. മിഥുൻ ചേട്ടാ, ഡയറക്ഷനിലേക്ക് താല്പര്യമുണ്ടോ? ഡയറക്ഷൻ ചെയ്യാൻ ചെറുതായിട്ട് താല്പര്യം, ഒരു ഐഡിയ ഉണ്ട് എനിക്ക്. അതുകൊണ്ട് അത് ബിഗ് ബോസിൽ പോയിട്ടുണ്ടെങ്കിൽ ആർക്കും അങ്ങനെ ഡയറക്ഷനിൽ ഒരു ഐഡിയ വരും. അത് അവിടെ നിന്ന് കിട്ടുന്ന ഒരു കോച്ചിങ് തന്നെയാണ്. അത് ഡയറക്ഷനിൽ തീർച്ചയായിട്ടും എനിക്കത് തോന്നിയിട്ടുള്ള കാര്യം തന്നെ. എനിക്ക് അൺഎക്സ്പെക്ടഡ് ആയിട്ടാണെങ്കിലും അഖിൽമാരാരനെ കാണാനായിട്ടൊരു അവസരം ഉണ്ടായിരുന്നു. അപ്പൊ പുള്ളിക്കാരനായിട്ട് സംസാരിച്ചപ്പോഴും ഇപ്പൊ അഖിലാണെങ്കിലും സിനിമ ഡയറക്ഷൻ എന്ന് പറയുന്നത് ആ ഒരു കാറ്റഗറിയിലേക്ക് പോകുന്ന ഒരാൾ തന്നെയാണ്. പിന്നെ ഇവരൊക്കെ ടോട്ടൽ സംസാരിച്ചത് നമ്മൾ ആദ്യം വിചാരിക്കും ഭയങ്കര വില്ലന്മാരെന്നൊക്കെ വിചാരിക്കും. പക്ഷെ സംസാരിക്കുമ്പോഴാണ് ഒരു സത്യം നമ്മളായിട്ട് എല്ലാരും എന്നെ പോലെ എല്ലാരും എന്നെ പോലെ കാണുമ്പോ ഭയങ്കര ജാടയാന്നൊക്കെ വിചാരിക്കും. പക്ഷെ പാവം സംസാരിക്കുമ്പോ എല്ലാരും എന്നോട് പറയും, സംസാരിച്ച് കഴിയുമ്പോഴാണ് രമ്യ പാവമായിരുന്നു തോന്നുന്നത്. 2-3 കാര്യങ്ങൾ കൂടി നമുക്ക് ചോദിച്ചിട്ട് നമുക്ക് പറഞ്ഞിട്ട് നിർത്താം. അതിൽ ഒന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സൈനു ചാവക്കാടൻ റഘുറാമിൽ ഇപ്പൊ സേനു ചാവക്കാടന്റെ കൂടെ ഫസ്റ്റ് മൂവിയാണോ? അതെ, ഫസ്റ്റ് മൂവി. പുള്ളിയുടെ 7ാമത്തെ മൂവി 8-9 ഡിസംബറിൽ അനൗൺസ് ചെയ്യുന്നു. അപ്പൊ റഘുറാമിൽ ഇപ്പൊ കിട്ടിയേക്കുന്നത് അത്യാവശ്യം നല്ലൊരു ക്യാരക്ടറാണ്. ഇടിയുണ്ടാ? അതെല്ലാം സസ്പെൻസാ. ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഇടി കിട്ടുന്നുണ്ടോന്ന് മാത്രം എനിക്ക് അറിഞ്ഞാൽ മതി. ഇടി കൊടുക്കുന്ന കാര്യം ഒരാൾ അതിശയ കൊടുത്തോളും, അത് അതിശയ കൊടുക്കുന്നുണ്ട് നന്നായിട്ട്. ഞാൻ ഉണ്ട്, അപ്പൊ മേടിക്കുന്നുണ്ട്. എന്താണ് റഘുറാം എന്ന് പറഞ്ഞ സിനിമയെ കുറിച്ച് കാര്യമായിട്ടൊന്നും പറയണ്ട. അതിന്റെ ഡയറക്ടർ, അതിന്റെ ലൊക്കേഷൻ കാട്ടിനുള്ളിലൊക്കെ വെച്ചിട്ടാണ്. എന്തായിരുന്നു ആ ഒരു എക്സ്പീരിയൻസ്? ശരിക്കും സൈനു സാറെ വിളിച്ചിട്ട് എനിക്ക് ഇതിന്റെ കഥയും ഒരു ക്യാരക്ടറൊക്കെ പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് ഭയങ്കരമായിട്ട് ഇൻട്രസ്റ്റ് ആയി. കാരണം ഞാൻ ഇങ്ങനെ ഒരു കഥ പറയാൻ ഭയങ്കര സെൻസാ. ഭയങ്കരമായിട്ട്. കാരണം ഞാൻ ആ സമയത്ത് വേറൊരു ലൊക്കേഷനിൽ ഇരിക്കും. അപ്പൊ അവർ കിട്ടിയ ബ്രേക്കിലാണ് സാറ് എന്നെ വിളിച്ചിട്ട് എന്നെ മോനേന്ന് വിളിക്കും. അതായിരിക്കും ഭയങ്കര ഇഷ്ടമായിട്ടോ. അപ്പോൾ മോനെ ഇന്നതുപോലെയാണ് ക്യാരക്ടർ, ഇതാണ് കഥ എന്നൊക്കെ പറഞ്ഞപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു, സാർ ഞാൻ എന്തായാലും ജോയിൻ ചെയ്യും. കാരണം ഞാൻ ഇങ്ങനത്തെ ഒരു ക്യാരക്ടർ ഫസ്റ്റ് ടൈമാണ് ചെയ്യുന്നത്, അത് ഇത്രയും ആർട്ടിസ്റ്റിൻ്റെ കൂടെയൊക്കെ. പിന്നെ വന്ന സമയം മുതൽ ഞാൻ കാട്ടിൻ്റെ ഉള്ളിലാണ് ഷൂട്ട്. എന്തായാലും ശരിക്കും പറഞ്ഞിട്ട് നിങ്ങൾക്ക് അത് യഥാർത്ഥത്തിൽ ആ ഒരു സ്വഭാവമായിട്ട് മാച്ച് ചെയ്ത് പോകുന്ന സ്ഥലം തന്നെ കിട്ടിയല്ലോ. ഓഹോ കേട്ടല്ലോ നമ്മുടെ ബിഗ് ബോസ് ഫാൻസ് ഇതൊന്ന് ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. അവിടെ ഇതിന്റെ ഒരു ഷൂട്ടിംഗ് ശരിക്കും പറഞ്ഞാൽ കാട്ടിനകത്ത് വെച്ചിട്ടുള്ള ഷൂട്ടായിരുന്നു. കാടിന്റെ അകത്ത് രാത്രി 3 മണി വരെ 4 മണി വരെയൊക്കെ ഷൂട്ട് ഉണ്ടായിരുന്നു. കാലുകൾ ഇത്രത്തോളം ഇലകളുടെ അടിയിൽ പോയി നിൽക്കുന്നതൊക്കെ ആയിട്ടായിരുന്നു. അപ്പൊ അതൊരു വലിയൊരു എക്സ്പീരിയൻസ് തന്നെയാണ്. അപ്പൊ റഘുറാം എന്ന് പറഞ്ഞ മൂവി സേനു ചാവക്കാടൻ നിങ്ങളോട് സംസാരിച്ചു. ആ മൂവിയെ കുറിച്ച് അല്ലെങ്കിൽ അത് ജനങ്ങളിലേക്ക് എങ്ങനെ എത്തിക്കാം ഒന്ന് പറഞ്ഞോളൂ. ശരിക്കും ഇപ്പോൾ നമ്മൾ കാണുന്നതിൽ വെച്ച് വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റോറിയാണ്. സോ എല്ലാവർക്കും ഇഷ്ടപ്പെടും, ഫാമിലിക്കും കുട്ടികൾക്കും ഒക്കെ ഇഷ്ടപ്പെടുന്ന ഒരു സിനിമയാണ്. നല്ലൊരു സിനിമയാണ്. ഞാൻ ചെയ്യുന്ന ക്യാരക്ടറും അതുപോലെ ഞാൻ പറഞ്ഞില്ലേ, അത് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. എൻ്റെ ഈ ഒരു കരിയറിൽ ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു റോള് ചെയ്യുന്നത്. സോ എല്ലാവർക്കും സിംഹമല്ല. ഓക്കെ, ചോദിക്കട്ടെ, ഞാനൊന്നും പറയത്തില്ല. എല്ലാരും കാണുക, എല്ലാവരുടെ അഭിപ്രായങ്ങൾ പറയുക, എല്ലാവർക്കും ഇഷ്ടമാവും. ഫാമിലിയായിട്ട് പോയി എന്തായാലും റഘുറാം കാണുക, സപ്പോർട്ട് ചെയ്യുക. സിനിമയിലേക്ക് വരാനിരിക്കുന്ന പുതിയ ആർട്ടിസ്റ്റുകൾ, നിങ്ങളെപ്പോലെ തന്നെ ഉള്ള യങ്സ്റ്റേഴ്സ് ഒരുപാട് പേര് പെൺകുട്ടികൾ ഇപ്പോൾ വരാൻ നിൽക്കുന്നുണ്ട്. അവർക്കായിട്ട് എന്ത് അഡ്വൈസാണ് ജെസ്സി സ്റ്റുഡിയോയിലൂടെ രമ്യ കൊടുക്കുന്നത്? ഇതിൽ പറഞ്ഞാൽ നിങ്ങളുടെ ആഗ്രഹം ഒരു നടനാകണം അല്ലെങ്കിൽ ഒരു നടി ആകണം എന്നാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ വിചാരിക്കണം. കാരണം നമ്മൾ പ്രയത്നിക്കുക. ഇപ്പോൾ നല്ല നല്ല റോൾസ് കിട്ടുമ്പോൾ ചെയ്യുക. ഇപ്പോൾ നായികയായിട്ട് ചെയ്യൂ അങ്ങനെ പറഞ്ഞ് നിൽക്കുന്നവരുണ്ട്, എനിക്കറിയില്ല. പക്ഷേ ശ്രമിച്ചു കഴിഞ്ഞാൽ എന്തായാലും നിങ്ങൾക്ക് നല്ലൊരു നായകനോ നായികയായിട്ടൊക്കെ എത്താൻ സാധിക്കുമെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. നായകൻ ഇവിടെ ഉണ്ട്,
ആരാണോ? ഞാൻ തന്നെ നോക്കൂ. ഓ സോറി കണ്ടില്ല. JC സ്റ്റുഡിയോ ഞങ്ങളുടെ ഒരു കൊച്ചു ചാനലാണ്. JC സ്റ്റുഡിയോന് ആ സ്റ്റുഡിയോയിൽ സ്റ്റോറി ബിഹൈൻഡ് യു എന്ന് പറഞ്ഞ ഈ പ്രോഗ്രാമിൽ രമ്യ വന്നു ഒരുപാട് ക്ഷമയോടുകൂടി തന്നെ. കാരണം ഫുഡ് കഴിച്ചിട്ടില്ല, എനിക്കറിയാം. കഴിഞ്ഞു, അവിടെ ഷൂട്ടും തുടങ്ങി. അപ്പോൾ അത് എനിക്കറിയാം. അങ്ങനെ ആ ഒരു സിറ്റുവേഷൻ ഞങ്ങൾക്ക് വേണ്ടി ഇത്രയും സമയം സ്പെൻഡ് ചെയ്തതിന്, ക്ഷമയോടുകൂടി സ്പെൻഡ് ചെയ്തതിന്, ഈ ഞാൻ എന്ന് പറയുന്ന വ്യക്തി ഇത്രയും നല്ല ചോദ്യങ്ങൾ അല്ലെങ്കിൽ കാര്യങ്ങൾ ചോദിച്ചപ്പോൾ വളരെ ക്ഷമയോടുകൂടി നന്നായിട്ട് ഒരു സഹോദരനോട് സംസാരിക്കുന്ന പോലെ. കാരണം ഒരിക്കലും എനിക്കൊരു ഇൻ്റർവ്യൂ ഫീൽ ഞങ്ങൾ കൊടുക്കാറില്ല ആർക്കും. അങ്ങനെ ഒരു ഫാമിലിയിലോട് സംസാരിക്കുന്ന പോലെ രമ്യ സംസാരിച്ചു. JC സ്റ്റുഡിയോ എന്ന് പറയുന്ന ഞങ്ങളുടെ കൊച്ചു ചാനലിന് വേണ്ടിയിട്ട് എന്ത് മാമിന് ഒരുപാട് സന്തോഷം. ഇത്രയും തിരക്കിൻ്റെ ഇടയിൽ നിങ്ങൾ നമ്മുടെ ലൊക്കേഷനിൽ വന്നു, കുറച്ചു നേരം ടൈം സ്പെൻഡ് ചെയ്തു. ഒത്തിരി സന്തോഷം. ഇനിയും JC സ്റ്റുഡിയോയുടെ സപ്പോർട്ടൊക്കെ ഉണ്ടാവണം കേട്ടോ. തീർച്ചയായിട്ടും ഉണ്ടാവും. അതേപോലെ തന്നെ നിങ്ങളും JC സ്റ്റുഡിയോനെ അകമഴിഞ്ഞ് എന്താ പറയുക പ്രോത്സാഹിപ്പിക്കുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇത്രയൊക്കെ പറഞ്ഞുകൊണ്ട് ചെറിയൊരു ഷോർട്ട് ബ്രേക്ക് ഒന്നുമല്ല, ഇവിടെ നിർത്തിന് വിശക്കുന്നത്. അപ്പോൾ താങ്ക് യു വെരി മച്ച്. ഓക്കെ, താങ്ക് യു.